ഇന്ന് ഈ സമയം വരെയുള്ള സമഗ്രമായ വാർത്തകളുമായി ഇനി മിഡ് ഡേ ന്യൂസ് ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ CBI അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അഴിമതിക്ക് ഭരണ നേതൃത്വത്തെ കുറ്റപ്പെടുത്താനാവില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം. ബാർ കോഴക്കേസിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ആലോചനയെന്ന് മുഖ്യമന്ത്രി. ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തലിൽ രഹസ്യ പരിശോധന നടത്തി. അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ ചെന്നിത്തല ഗവർണറെ കണ്ടു. ടൈറ്റാനിയം കേസ് അന്വേഷിക്കില്ലെന്ന CBI നിലപാട് ദുരൂഹമെന്നും മുഖ്യമന്ത്രി. കാർഷിക നിയമ ഭേദഗതിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് കർഷകർ. സുപ്രീംകോടതി നിയോഗിച്ച സമിതിയുമായി സഹകരിക്കില്ലെന്നും കർഷകർ. കാർഷിക സമരത്തിൽ സുപ്രീംകോടതിയിൽ വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ ഹർജി. സംസ്ഥാനങ്ങൾക്കുള്ള വാക്സിൻ വിതരണം തുടങ്ങി. കേരളത്തിൽ വാക്സിൻ നാളെ ഉച്ചയ്ക്കെത്തും. ആദ്യഘട്ടത്തിൽ ലഭിക്കുക 4.35 ലക്ഷം ഡോസ് വാക്സിൻ. വിജയ് ചിത്രം മാസ്റ്ററിന്റെ ക്ലൈമാക്സ് ചോർന്നു. റിലീസിന്റെ തലേദിവസം ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഓൺലൈനിൽ. ഒരുപാട് കാലത്തെ അധ്വാനം തകർക്കരുതെന്ന് സംവിധായകൻ ലോകേഷ് കനകരാജ്. സംസ്ഥാനത്ത് തിയേറ്ററുകൾ നാളെ തുറക്കുന്നു. അല്പസമയം മുമ്പ് പീതാംബരൻ മാസ്റ്റർ NCP നേതാവ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. നമുക്കതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഗോകുൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗോകുൽ, അതായത് NCP മത്സരിച്ച സിറ്റിംഗ് സീറ്റുകൾ അത് തീർച്ചയായും അത് വേണം, അതെല്ലാം വേണം, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാടാണ് ഈ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഏത് രീതിയിലാണ് NCP നേതൃത്വം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? ബോധിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ, പാർട്ടിയുടെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി അത് പരിഗണിക്കാം എന്നുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായി വിഷയത്തിലൊന്നും തീരുമാനമെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചിട്ടുണ്ട്. കൂട്ടായി ചർച്ച നടത്തി കാര്യങ്ങൾ തീരുമാനിക്കാം, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. 4 സീറ്റിൻ്റെ കാര്യത്തിലും വിട്ടുവീഴ്ച ഇല്ല എന്നുള്ളതാണ് പീതാംബരൻ മാസ്റ്റർ അറിയിച്ചിട്ടുള്ളത്. മുന്നണി മാറ്റത്തിൻ്റെ കാര്യം ഇതുവരെയും ആലോചിച്ചിട്ടില്ല. അത് സംബന്ധിച്ച വാർത്തകളെല്ലാം തന്നെ അത്തരത്തിൽ ഒരു കാര്യം പാർട്ടി ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നും പീതാംബരൻ മാസ്റ്റർ വ്യക്തമാക്കി. മനു, ശരി, പീതാംബരൻ മാസ്റ്ററുടെ വാർത്ത അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതിന്റെ വിശദാംശങ്ങളാണ് ഗോകുൽ നൽകിയത്. NCPയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി വാർത്തകൾ വരുന്നത് നമ്മൾ കണ്ടതാണ്. സീറ്റുകളുമൊക്കെയായി ബന്ധപ്പെട്ട് ഏതായാലും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കൂട്ടായ കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ ചർച്ചകൾ ഇനിയും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സിറ്റിംഗ് സീറ്റുകൾ വേണമെന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്ന് കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ CBI അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അഴിമതിക്ക് ഭരണ നേതൃത്വത്തെ കുറ്റപ്പെടുത്താനാകില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കേസിൽ CBI അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, അതായത് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വടക്കാഞ്ചേരി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണം തുടരാമെന്ന് കോടതി നിലപാടെടുക്കുന്നു. ആ നിലപാടെടുത്തുകൊണ്ട് കോടതി നിരീക്ഷിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഈ വിഷയത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തെ കുറ്റപ്പെടുത്താൻ യാതൊരുവിധ സാധ്യതകളും കാണുന്നില്ല. കാരണം രാഷ്ട്രീയ നേതൃത്വം എടുക്കുന്നത് നയപരമായ തീരുമാനമാണ്. അതിനപ്പുറത്തേക്ക് നടന്ന നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ പ്രശ്നങ്ങളാണെന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. സർക്കാരിനെതിരെയും മന്ത്രിമാർക്കെതിരെയും രൂക്ഷമായ വിമർശനമായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ചത്. അത് കോടതിയിൽ തന്നെ തകരുകയാണ്. അവിടെ കോടതി പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നുണ്ടായ വീഴ്ചകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന് വീഴ്ചയില്ല എന്ന് കോടതി കൃത്യമായി പറയുകയും ചെയ്തിരിക്കുന്നു. ഉമേഷ്, വളരെ ശ്രദ്ധേയമായ നിരീക്ഷണമാണ് അത്. ഈ കേസുമായി ബന്ധപ്പെട്ട ലൈഫ് മിഷൻ കേസിൽ CBI അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ലൈഫ് മിഷൻ്റെയും യൂണിടാക്കിൻ്റെയും ഹർജികൾ കോടതി തള്ളി. അന്വേഷണം തുടരാമെന്നാണ് കോടതി പറഞ്ഞത്. പക്ഷേ ആ വിധിന്യായത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണമാണിത്. ഇത്തരത്തിൽ അന്വേഷണം തുടരാമെങ്കിലും അത് തീർത്തും ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അഴിമതിയാണ് എന്ന് കോടതി വ്യക്തമാക്കുന്നു. ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തെ കുറ്റം പറയാൻ കഴിയില്ല, പ്രത്യേകിച്ച് മന്ത്രിമാരെയോ മുഖ്യമന്ത്രിയെയോ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വം നയപരമായ തീരുമാനമാണ് എടുക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും നയപരമായ തീരുമാനമാണ് എടുത്തത്. ഇത്തരത്തിൽ എന്നാൽ നടത്തിപ്പിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ നേതൃത്വത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാണ് കോടതി ഈ വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.
നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട വാദം നടക്കുന്ന വേളയിലും സർക്കാർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത്തരത്തിൽ ഇത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഇങ്ങനെ ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിലാക്കി അതുവഴി രാഷ്ട്രീയ നേതൃത്വത്തെ താറടിക്കാനുള്ള ശ്രമമാണ് ഈ അന്വേഷണം വഴി നടക്കുന്നത് എന്നാണ് സർക്കാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ വാദം കോടതി അതിൽ കഴമ്പുണ്ടെന്ന് കോടതിക്ക് മനസ്സിലായിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെങ്കിലും അതുവഴി രാഷ്ട്രീയക്കാരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ ആ തരത്തിലായിരിക്കും ഇനി അന്വേഷണം നടക്കുക എന്നുള്ള സൂചനയുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി തന്നെയാണ് CBIക്ക് അന്വേഷിക്കേണ്ടി വരിക. അനാവശ്യമായി ഇത്തരത്തിൽ മന്ത്രിമാരെയോ രാഷ്ട്രീയ നേതൃത്വത്തെ ഇതിലേക്ക് വലിച്ചിഴക്കരുത് എന്നുള്ള സൂചന നമുക്ക് ആ തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. അന്വേഷണം തുടരാം, പക്ഷേ ഇക്കാര്യത്തിൽ മന്ത്രിമാരെയോ മുഖ്യമന്ത്രിയോ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. മനു, തീർച്ചയായും ഉമേഷ് അത് പറഞ്ഞു വെക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്ന ആരോപണങ്ങളിലേക്ക് വന്നാൽ നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് CBI വന്നപ്പോഴാണ് കോടതിയിലേക്ക് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം എന്ന ഉദ്ദേശത്തോടെ തന്നെ. പക്ഷേ ഇവിടെ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളെ രാഷ്ട്രീയമായി തിരിച്ചുവിടാനായിരുന്നു പ്രതിപക്ഷം ശ്രമിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരടക്കമുള്ളവർ നേരിട്ടിടപെട്ടു എന്നൊക്കെയായിരുന്നു അനിൽ അക്കരെ അടക്കമുള്ളവർ പറഞ്ഞു വെച്ചിരുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കെതിരെയൊക്കെ രൂക്ഷമായ വിമർശനങ്ങൾ അനിൽ അക്കരയുടെ ഭാഗത്തുനിന്ന് വരുന്നതും കണ്ടതാണ്. ആ ആരോപണങ്ങളൊക്കെ കോടതി മുന്നിൽ തന്നെ ഇല്ലാതാകുന്നു എന്ന പ്രത്യേകതയാണ് നമുക്കിപ്പോൾ ഈ CBI അന്വേഷണം തുടരാമെന്ന് പറയുന്ന കോടതി ഉത്തരവിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഉമേഷ്, മനു, ആ നിലയിൽ കാണുമ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഈ കോടതിയുടെ ഈ വിധിന്യായത്തോടെ ഉണ്ടായിരിക്കുന്നത്. കാരണം കോടതി വളരെ വ്യക്തമായി തന്നെ അക്കാര്യം എടുത്തു പറയുന്നുമുണ്ട്. ഇത് അഴിമതി നടന്നു എന്നുള്ളത് തന്നെയാണ് കോടതി കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൽ ഏതൊക്കെ തരത്തിലുള്ള അഴിമതിയാണ്, എന്തൊക്കെ ക്രമക്കേടുകളാണ് നടന്നത് എന്നുള്ളത് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. നിലവിൽ പ്രഥമ ദൃഷ്ട്യാ ഇതിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അതാണ് ഇനി അന്വേഷിക്കപ്പെടേണ്ടത്. ഇത്തരത്തിൽ നയപരമായ തീരുമാനമെടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനും ഭരണതലത്തിലിരിക്കുന്നവർക്കും അക്കാര്യത്തിൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ സർക്കാരും അക്കാര്യം വ്യക്തമാക്കിയതാണ്. ഈ പ്രത്യേകിച്ച് UAE കോൺസൽ ജനറലും UAE കോൺസുലേറ്റും നിർമ്മാതാക്കളെ യൂണിടാക്കും തമ്മിലാണ് ഇതിൽ ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൽ സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്കോ അത്തരത്തിലൊന്നും തന്നെ നേരിട്ട് സഹായം സ്വീകരിച്ചിട്ടില്ല. ഇതിൽ ആരാണ് ഇതിൻ്റെ നിർമ്മാണം വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചതെല്ലാം തീർത്തും ഇത്തരത്തിൽ ഏജൻസിയാണ്. ആ തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഒരു തരത്തിലും ഇതിൽ പങ്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ആ ഒരു നിലപാടിന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു അംഗീകാരം വന്നിരിക്കുന്നു. അപ്പോഴും സർക്കാർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ചില അഴിമതി ആരോപണങ്ങൾ ഉണ്ട്, അത് സർക്കാരിന് ബോധ്യപ്പെട്ടിരിക്കുന്നു, അത് അന്വേഷിക്കാൻ വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നത് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ്. ആ അർത്ഥത്തിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയുള്ള ആരോപണം അത് കോടതി ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഈ വിധിന്യായത്തിലെ ഈ നിരീക്ഷണത്തിലൂടെ വ്യക്തമാണ്. ഉമേഷാണ് കൊച്ചിയിൽ നിന്നും സമഗ്രമായ ഈ വിവരങ്ങൾ നൽകിയത്. ഇന്ന് മറ്റു പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടത് നിയമസഭയിലായിരുന്നു. രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഭരണ പ്രതിപക്ഷ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടായി. ബാർ കോഴക്കേസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അന്വേഷണം സർക്കാരിന്റെ പരിഗണനയിലാണ്. ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം പരിഗണനയിലേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യ അന്വേഷണം പൂർത്തിയായിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കരണത്ത് അടിയേറ്റവരാണ് പ്രതിപക്ഷത്ത് ഇരിക്കുന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. സഭയിലുള്ള അംഗങ്ങളിൽ അഴിമതി കേസുകളിൽ അന്വേഷണം നേരിടുന്നവരുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുള്ള M. മുരളി MLA ചോദ്യത്തിനാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. കേസുകളുടെ പട്ടിക മുഖ്യമന്ത്രി വിശദീകരിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രകോപിതരായി. ബാർ ഉടമ ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പ്രാഥമിക അന്വേഷണം സർക്കാർ പരിഗണനയിലാണ്. ബാർ ഉടമയായ ശ്രീ ബിജു രമേശ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ അന്നത്തെ KPCC പ്രസിഡൻ്റായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് കൈക്കൂലി നൽകിയെന്ന പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രഹസ്യാന്വേഷണം നടത്തുകയുണ്ടായി. അഴിമതി നിരോധന നിയമം 1988 പ്രകാരമുള്ള പ്രാഥമിക അന്വേഷണത്തിന് അനുമതി നൽകുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരുന്നു. പുനർജനി പദ്ധതിയുടെ ധനശേഖരണാർത്ഥം VD സതീശൻ MLA വിദേശയാത്രകൾ നടത്തിയതിനെക്കുറിച്ചും വിദേശ ഫണ്ട് വാങ്ങിയതിനെക്കുറിച്ചും പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന് അനുമതി നൽകുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. VK ഇബ്രാഹിം കുഞ്ഞ് MLA പാലാരിവട്ടം പാലം അഴിമതി കേസിൽ പ്രതിയാണ്.
MC കമറുദ്ദീൻ MLA 140 വഞ്ചനാ കേസുകളിൽ പ്രതിയാണ്. VS ശിവകുമാർ, KM ഷാജി, PT തോമസ് MLA എന്നിവർക്കെതിരെയുള്ള കേസ് അന്വേഷണ ഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ആരുടെ കയ്യിൽ നിന്നും താൻ കോഴ വാങ്ങിയിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഇത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. സത്യവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. ഞാൻ ആരുടെ കയ്യിൽ നിന്നും കോഴ വാങ്ങിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതേസമയം ജനങ്ങളുടെ ഓർമ്മശക്തിയെ പ്രതിപക്ഷം ചോദ്യം ചെയ്യരുതെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. സർ, ഉളുപ്പ് എന്ന് പറയുന്ന ഒന്നില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ചിരിക്കാൻ പറ്റുന്നത്. അത് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കൈകൊണ്ട് കരട തടി കൊണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു ഇറങ്ങിയിരുന്നത്? ഞങ്ങളൊക്കെ പിടിച്ചടക്കി കളയുന്ന മട്ടിലായിരുന്നില്ലേ പുറപ്പെട്ടത്? എന്തായി ഇപ്പൊ വീണ്ടും തുടങ്ങി നോക്കുകയാണ്. ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചോദ്യം ചെയ്യരുത്. ജനങ്ങൾ ജനങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവർ, അഴിമതി തൊട്ടു തീണ്ടാത്തവരെ കുറിച്ച് ഇതാ അഴിമതി 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 എന്ന് പറഞ്ഞാൽ ജനമത് അംഗീകരിക്കോ? സർ, അതാണ് ഇവിടെ കാണുന്നത്. അത് മനസ്സിലാക്കണമെന്നേ പറയാനുള്ളൂ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇബ്രാഹിം കുഞ്ഞുമൊക്കെ പ്രതികളായ ടൈറ്റാനിയം കേസ് സർക്കാർ പലതവണ പറഞ്ഞിട്ടും ഇതുവരെ CBI ഏറ്റെടുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിൽ അന്വേഷണം നടത്താനില്ലെന്ന് CBI അറിയിച്ചതായി മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറയുകയുണ്ടായി. CBIയുടെ ഈ നിലപാടിൽ ദുരൂഹതയുണ്ട് എന്നും മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടതിന് മതിയായ കാരണങ്ങൾ സഹിതമല്ല ഇത് അന്വേഷിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്തിട്ടുള്ളത്. അത് വിവരങ്ങൾ ശേഖരിക്കൽ പ്രയാസമായിരിക്കുമെന്ന് ഒരന്വേഷണവും നടത്താതെ തന്നെ നിഗമനത്തിലെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ കമ്പനിയുടെ കാര്യത്തിൽ വിദേശ ബന്ധങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇതിൽ അന്വേഷണം വിജിലൻസിന് പൂർത്തിയാക്കുന്നതിന് വിഷമം വരുന്നത്. അതുകൊണ്ടാണ് സാധാരണ നിലക്ക് CBI ഈ അന്വേഷണം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ ആ മുഖ്യ സൂത്രധാരനായ ആളെ കണ്ടെത്താൻ പ്രയാസമാകുമെന്ന മട്ടിലാണ്. അത് വിജിലൻസിന് കാണാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ എടുക്കില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട് എന്നാണ്. ഇനി നമുക്ക് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളിലേക്ക് പോകണം. കാർഷിക നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വാർത്തകളിലേക്ക്. കാർഷിക നിയമ ഭേദഗതിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ് കർഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. സുപ്രീം കോടതി നിയോഗിച്ച സമിതിയുമായി സഹകരിക്കില്ലെന്നും കർഷകർ പറഞ്ഞിരിക്കുന്നു. കർഷക സമരത്തിൽ സുപ്രീം കോടതിയിൽ വീണ്ടും കേന്ദ്ര സർക്കാർ ഹർജി നൽകി. റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ പരേഡ് നടത്താൻ അനുവദിക്കരുതെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. വിവരങ്ങളുമായി വിഷ്ണു ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. വിഷ്ണു, ഒരുപക്ഷെ ഇന്ന് ഈ കർഷക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്ന് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് കർഷക നിയമങ്ങൾ പിൻവലിക്കുക എന്നതല്ലാതെ മറ്റൊരു സാധ്യതയും ഈ വിഷയത്തിൽ അനുരഞ്ജനത്തിന് ഇല്ല എന്ന് കർഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ ശക്തമായ നിലപാടാണത്. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ ഹർജിയുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ കർഷകരുടെ ട്രാക്ടർ പരേഡ് അനുവദിക്കാൻ പാടില്ല എന്ന്. എന്താണ് കർഷക സമരവുമായി ബന്ധപ്പെട്ട് സമരവേദികളിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇപ്പോൾ കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ വാദം ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് S.A. ബോബ്ഡെ വ്യക്തമാക്കിയിരിക്കുന്നത് കർഷകരുടെ ഭൂമി സംരക്ഷിക്കുന്നത് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം കരാർ കൃഷിക്കായി കർഷകരുടെ ഭൂമി വിൽക്കാൻ കഴിയില്ല. അത്തരത്തിൽ കരാർ കൃഷിക്കായി കർഷകരുടെ ഭൂമി വിൽക്കരുത് എന്നൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നുമാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഇടക്കാല ഉത്തരവ് വരുമ്പോൾ കാർഷിക നിയമങ്ങൾ അത് നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവായിരിക്കും സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് നൽകിക്കൊണ്ട് സുപ്രീം കോടതി ഒരു കമ്മിറ്റിയെ നിയോഗിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കർഷകർ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്
സുപ്രീം കോടതി നിയോഗിക്കുന്ന സമിതിയുമായി സഹകരിക്കില്ല എന്ന് തന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാർ ഇപ്പോഴും കാർഷിക നിയമങ്ങൾ പിൻവലിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായിക്കൊണ്ട് കർഷകർ അവരുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ടത് എന്ന് തന്നെയാണ് കർഷക സംഘടനകളൊക്കെ തന്നെ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ വൈകിട്ട് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിലും ഈ കാർഷിക നിയമങ്ങളെയൊക്കെ തന്നെ അനുകൂലിച്ചുകൊണ്ട് ഒരു സത്യവാങ്മൂലമായിരുന്നു ഇന്നലെ കേന്ദ്ര സർക്കാർ നൽകിയത്. ആ സത്യവാങ്മൂലത്തിലും കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കർഷകരുടെ ഭാഗത്തു നിന്നും സുപ്രീം കോടതി നിയോഗിക്കുന്ന സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നത്. ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ ഈ സമിതിയൊക്കെ നിയോഗിക്കാമെന്ന് പറയുന്നു. ഇന്നലെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നു കേന്ദ്ര സർക്കാരിന്. പക്ഷേ എന്നിട്ടും അതിനുശേഷം നൽകിയ സത്യവാങ്മൂലത്തിൽ പോലും ഈ നിയമങ്ങളിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സമിതിയൊക്കെ അപ്രസക്തമാവുകയാണ്. പിന്നെ ഏത് തരത്തിലുള്ള ചർച്ചകൾക്കും സാധ്യത ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ സ്വാഭാവികമായും എല്ലാ കണ്ണുകളും കോടതിയിലേക്ക് പോവുകയാണോ? തീർച്ചയായിട്ടും മനു, ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു ഇടക്കാല ഉത്തരവ് തന്നെയായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. ആ ഇടക്കാല ഉത്തരവിന് തൊട്ടുമുന്നെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്നും ഒരു ഉറപ്പ് ഉണ്ടായിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത് കർഷകരുടെ ഭൂമി സംരക്ഷിക്കും എന്ന് തന്നെയാണ്. കാരണം പുതിയ ഈ കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും വലിയ ഒരു ആശങ്കയെ നിലനിന്നിരുന്നത് കർഷകരുടെ ഭൂമി അത് കോൺട്രാക്ട് ഫാമിങ്ങിലൂടെ കോർപ്പറേറ്റുകൾ തട്ടിയെടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നതടക്കം വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് ലഭിച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുന്നത് കോൺട്രാക്ട് ഫാമിങ്ങിലൂടെ കർഷകരുടെ ഭൂമി അത് വിൽക്കാൻ കഴിയില്ല. അത്തരം ഒരു ഉറപ്പ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് നൽകിയിരിക്കുകയാണ്. അതായത് കർഷകരുടെ ഭൂമി സംരക്ഷിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നു. കരാർ കൃഷിക്കായി കർഷകരുടെ ഭൂമി വിൽക്കാൻ കഴിയില്ല എന്ന ഒരു ഇടക്കാല ഉത്തരവും ഇപ്പോൾ പുറപ്പെടുവിപ്പിക്കാമെന്ന ഒരു ഉറപ്പാണ് ചീഫ് ജസ്റ്റിസ് നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസമൊക്കെ സുപ്രീം കോടതിയിൽ പറഞ്ഞത് കാർഷിക നിയമങ്ങൾ അത് കൊണ്ടുവന്നത് ഇത്തരത്തിൽ ലെജിസ്ലേറ്റീവ് ബിസിനസ്സിലൂടെയാണ്. അതുകൊണ്ട് ആ ലെജിസ്ലേറ്റീവ് ബിസിനസ്സിലൂടെ നിർമ്മിച്ച നിയമം മരവിപ്പിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ലെജിസ്ലേറ്റീവ് ബിസിനസ് ആണെങ്കിൽ പോലും അതിൽ ഒരു സ്റ്റേ നൽകാൻ സുപ്രീം കോടതിക്ക് കഴിയും എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ വി ആർ കൺസേൺ about only the validity of the law and also about protecting the life and the property of citizens affected by the protest. അതായത് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് പറയുന്നത് ഈ ഒരു നിയമത്തിന്റെ വാലിഡിറ്റി ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത് വളരെ കൺസേൺ ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വളരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഓരോരുത്തരുടെയും ജീവനും സ്വത്തും സുപ്രീം കോടതിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ആശങ്ക തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ തന്നെയാണ് മാർഗങ്ങൾ നോക്കുന്നത് എന്ന ഒരു കാര്യം. ഇതൊക്കെ ശരിയാണ്. ഈ പറയുന്നത് പോലെ കർഷകരുടെ ഭൂമി അതിന്റെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുമെന്ന് സുപ്രീം കോടതി പരമോന്നത നീതിപീഠം ഉറപ്പു നൽകുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് സർക്കാരിന്റെ മുന്നിൽ വരുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയമായ നയപരമായ പ്രശ്നമാണ്. കർഷകർക്ക് വേണ്ടിയെന്ന് അവർ പറയുന്ന നിയമം കർഷകരെ കേൾക്കാതെയാണ് അവർ പാസ്സാക്കിയിരിക്കുന്നത്. മാത്രമല്ല കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ അവർ പരിഗണിക്കുന്നുമില്ല, ഇതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. കർഷകർ പറയുന്നത് സുപ്രീം കോടതിയുടെ ഇടപെടലല്ല, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ നിയമങ്ങൾ പിൻവലിക്കുക എന്നതാണ് ആവശ്യമെന്നാണ്. അവർ ആ നിലപാടിലും നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇടക്കാല ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്ന് വരാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സമരം ഇനിയും തുടരുന്ന സാഹചര്യം തന്നെ മുൻപിൽ നിൽക്കുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും മനു, കർഷകരെ സംബന്ധിച്ചിടത്തോളം നിയമം പിൻവലിക്കാതെയുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് തന്നെയാണ് കർഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കർഷകർ സമരം തുടങ്ങിയപ്പോൾ തന്നെ അവർ ആവശ്യപ്പെടുന്നത് ഒരു കാര്യം മാത്രമാണ്, 3 നിയമങ്ങളും പിൻവലിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിയമങ്ങൾക്ക് സ്റ്റേ നൽകുക അല്ലെങ്കിൽ നിയമങ്ങൾ മരവിപ്പിക്കുക ഇതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് തന്നെ കർഷകർ
മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന പ്രശ്ന പരിഹാരത്തിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കുക, അതുമാത്രമാണ് ഇപ്പോൾ ഒരു പോംവഴി എന്നാണ് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വിദഗ്ധ സമിതി കോടതിക്ക് ഒരു റിപ്പോർട്ട് നൽകണം എന്നാണ് ചീഫ് ജസ്റ്റിസ് ഒരു നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് സുപ്രീം കോടതി വ്യക്തമായി തന്നെ പറയുന്നത് ഇപ്പോൾ കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുക മാത്രമാണ് ഒരു പോംവഴി. പിന്നീട് വിദഗ്ധ സമിതി കർഷകരുമായി സംസാരിച്ച ശേഷം കോടതിക്ക് ഒരു റിപ്പോർട്ട് നൽകണം. പിന്നീട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക എന്ന് കോടതി ഒരു നിർദ്ദേശമായി മുന്നോട്ട് വെക്കുന്നു. പക്ഷേ കോടതിയുടെ ഭാഗത്തുനിന്നും ഇത്തരം നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ പോലും കർഷകർ കൃത്യമായി തന്നെ പറയുന്നത് ഈ സമിതിക്ക് മുന്നിൽ ഹാജരാകില്ല എന്നൊരു നിലപാട് കർഷകർ നേരത്തെ തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. സുപ്രീം കോടതിയിലേക്ക് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പോകേണ്ടി വരുന്നു. കാരണം കർഷക നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കർഷകരുടെ ഭൂമി സംരക്ഷിക്കുമെന്നും കരാർ കൃഷിക്കായി ഒന്നും വിട്ടുകൊടുക്കില്ല എന്നുമുള്ള കാര്യങ്ങളൊക്കെ സുപ്രീം കോടതി പറഞ്ഞു വച്ചിട്ടുണ്ട്. പക്ഷേ ഈ നിയമങ്ങൾ പിൻവലിക്കാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഈ ഘട്ടത്തിലും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അടക്കം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിഷ്ണു ചേരുന്ന വിശദാംശങ്ങളുമായി. വിഷ്ണു, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രീം കോടതി പറയുന്നു കർഷകരുടെ ഭൂമി അടക്കമുള്ള കാര്യങ്ങൾ സംരക്ഷിക്കും, കർഷകരെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വശത്ത് പറയുമ്പോഴും മറുവശത്ത് കേന്ദ്ര സർക്കാർ അവരുടെ വാദങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. ഈ വിമർശനങ്ങളെല്ലാം കേൾക്കേണ്ടി വന്നിട്ടും ഒരു കാരണവശാലും നിയമങ്ങൾ പിൻവലിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പിച്ചു പറയുന്നു. നമ്മുടെ മുൻപിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഒരു സമവായത്തിൻ്റെ സാധ്യതകളിലേക്ക് പോകണമെന്നുള്ളതാണ്. കാരണം കർഷകർക്ക് അവരുടെ ഭൂമിയും അവരുടെ ജീവിതവും സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടിലേക്ക് പോകണമെന്നതാണ് നമ്മുടെ മുൻപിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അത് ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത് കേന്ദ്ര സർക്കാർ ഈ നിലപാടിൽ നിൽക്കുകയാണെങ്കിൽ. വിഷ്ണു മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്റെ നിരീക്ഷണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് കൃത്യമായി പറയുന്നത് സമിതി മാത്രമാണ് ഒരു പോംവഴി. ഇനി ഈ സമിതി കോടതിയുടെ മേൽനോട്ടത്തിൽ സമിതി രൂപീകരിക്കാൻ പോവുകയാണ്. ഈ കമ്മിറ്റി ജുഡീഷ്യൽ നടപടികളുടെ ഭാഗമായിരിക്കുമെന്നും ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കർഷകർ സുപ്രീം കോടതിയിൽ ഒരു ആവശ്യമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി കർഷകരുമായി ചർച്ച നടത്തണമെന്ന ഒരു ആവശ്യം ഇപ്പോൾ കർഷകർ സുപ്രീം കോടതിയിൽ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ സുപ്രീം കോടതിക്ക് അതിനോട് യോജിപ്പില്ല എന്നതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയോട് അത്തരത്തിൽ കർഷകരോട് നേരിട്ട് വന്ന ചർച്ച നടത്താൻ നിർദ്ദേശിക്കാൻ കഴിയുകയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ വിയോജിപ്പ് ഇല്ല എന്നത് ഇപ്പോൾ അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. കാരണം തുടക്കം മുതൽ തന്നെ ആദ്യഘട്ടം മുതലുള്ള ചർച്ചകളിൽ പോലും കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഒരു കമ്മിറ്റിയെ രൂപീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പലതവണ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ കേന്ദ്ര സർക്കാരിനോട് കർഷക സംഘടനകൾ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ കമ്മിറ്റി രൂപീകരിക്കേണ്ട ആവശ്യമില്ല, ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇത് എന്ന് പലതവണ കർഷക സംഘടനകളൊക്കെ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും കോടതി മേൽനോട്ടത്തിൽ ഒരു സമിതി രൂപീകരിക്കുന്നതിലേക്ക് പോകുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും സമിതി രൂപീകരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരും ആ സുപ്രീം കോടതി നിർദ്ദേശത്തെ അംഗീകരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. കർഷകർ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇത്തരത്തിൽ സമിതികൾ രൂപീകരിക്കുന്നതിനോട് പ്രത്യേകിച്ച് യോജിപ്പൊന്നുമില്ല എന്നുള്ളതല്ലേ? കാരണം ഇപ്പോൾ കോടതി ഒരു സമിതി രൂപീകരിച്ചാലും കേന്ദ്ര സർക്കാർ അവർ ഈ പറയുന്ന വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഒരു പക്ഷേ ഈ താങ്ങുവില അടക്കമുള്ള കാര്യങ്ങളിൽ ഓർഡിനൻസ് കൊണ്ടുവരാം എന്ന കഴിഞ്ഞ തവണ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് ഒരിക്കൽ കൂടി സമിതിക്ക് മുൻപിലേക്ക് ആവർത്തിക്കാനുള്ള സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഈ സമിതി കൊണ്ട് എന്ത് ഗുണം എന്ന ചോദ്യമാണോ കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്? തീർച്ചയായിട്ടും മനു, കർഷകർ അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇപ്പോൾ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചാൽ പോലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് എന്ന് പറയുന്നത് കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ കഴിയുകയില്ല. അത് കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലത്തിൽ പോലും പറഞ്ഞതുപോലെ അത് വളരെ കാലം ചർച്ച ചെയ്ത് ശേഷം നിർമ്മിച്ചതാണ് ഇപ്പോൾ ഈ 3 നിയമങ്ങളും. അതുകൊണ്ട് ആ നിയമങ്ങൾ പിൻവലിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെ ഉള്ള ഒരു നിലപാടായിരിക്കും സമിതിക്ക് മുന്നിലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുക. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സമിതി രൂപീകരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രസക്തി എന്നതാണ് കർഷകർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കർഷകർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കർഷകരുടെ ആവശ്യമെന്ന് പറയുന്നത് 3 നിയമങ്ങളും പിൻവലിക്കുക എന്നതാണ്. അല്ലാതെ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ ഓർഡിനൻസുകൾ വരുത്തുക എന്നതല്ല കർഷകരുടെ ആവശ്യം. 3 നിയമങ്ങളും പൂർണ്ണമായിട്ടും പിൻവലിക്കുക എന്നതാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സമിതി കൊണ്ട് കാര്യമില്ല. പിന്നീട് ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ആദ്യം ഈ 3 നിയമങ്ങളും പിൻവലിക്കുക. ഈ 3 നിയമങ്ങളും പിൻവലിച്ചതിന് ശേഷം ഒരു സമിതിയെ രൂപീകരിച്ചുകൊണ്ട് പുതിയ നിയമങ്ങൾക്ക് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ചയാകാം. അതിന് അത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കാം എന്ന ഒരു കാര്യം തന്നെയാണ് കർഷകർ അവരുടെ ഒരു നിലപാടാണ് കോടതിയെ അറിയിക്കുന്നത്. പക്ഷെ അപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു സമിതി രൂപീകരിച്ച് മുന്നോട്ട് പോകാമെന്ന നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. മനു, തീർച്ചയായും വിഷ്ണു, മറ്റു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ നിയമവൃത്തങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തീരുമാനം എന്തായിരിക്കാം? ഒരുപക്ഷെ ഈ സമിതിയുടെയൊക്കെ റിപ്പോർട്ട് വരുന്നത് വരെ നിയമങ്ങൾ നടപ്പിലാക്കരുത് എന്ന നിർദ്ദേശം എന്ന ഇടക്കാല ഉത്തരവിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും കാണുന്നത്. അതിനപ്പുറത്തേക്ക് നിയമങ്ങൾ റദ്ദാക്കുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിന് ഭരണഘടനാപരമായി അതിൻ്റെ സാധുതകളെക്കുറിച്ചൊക്കെ ഒരുപാട് പരിശോധിക്കുകയും വാദം കേൾക്കേണ്ടി വരികയും ചെയ്യുന്നതിലേക്കൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഇതാണോ ഇപ്പോൾ നിയമവൃത്തങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന്? മനു, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചുകൊണ്ട് നിയമങ്ങൾ റദ്ദാക്കുന്ന നടപടിയിലേക്ക് സുപ്രീം കോടതി ഒരിക്കലും കടക്കില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതേസമയം കോടതിയുടെ ഭാഗത്തുനിന്നും ഒരുപക്ഷെ ഇടക്കാല ഉത്തരവുണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് ഈ സമിതി കർഷകരുമായും കേന്ദ്ര സർക്കാരുമായും ചർച്ച നടത്തി ഒരു സമവായത്തിലേക്ക് എത്തുന്ന അത്രയും സമയം വരെ ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് മരവിപ്പിക്കാം എന്നൊരു നിലയിലെ ായിരിക്കും സുപ്രീം കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് നിയമങ്ങൾ മരവിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ ഇന്നലെ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാർ നിയമങ്ങൾ മരവിപ്പിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ കോടതി തന്നെ നിയമങ്ങൾ മരവിപ്പിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ഇന്നലെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് പറയുന്നത് ഇത്തരത്തിൽ നിയമങ്ങൾ മരവിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല, മരവിപ്പിച്ചത് കൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കാം എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചുകൊണ്ടാണെങ്കിൽ നിയമങ്ങൾ മരവിപ്പിക്കുന്നതിലേക്ക് സുപ്രീം കോടതി കടക്കുകയില്ല, പകരം ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള വഴികൾ തേടുക. അത് മാത്രമായിരിക്കും സുപ്രീം കോടതി. തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിഷ്ണു. ഇവിടെ ഈ പറയുന്നത് പോലെ ഇടക്കാല ഉത്തരവ് വന്നാലും അത് കർഷകർ അംഗീകരിക്കില്ല. കാരണം നിയമങ്ങൾ പിൻവലിക്കുക എന്നതല്ലാതെ മറ്റ് ഒരു അനുരഞ്ജനത്തിനും തയ്യാറല്ല എന്നാണ് കർഷകർ ശക്തമായും പറയുന്നത്. കാരണം അവരുടെ ജീവിതത്തെയും അവരുടെ മറ്റ് എല്ലാ മേഖലകളെയും ബാധിക്കുന്ന പ്രശ്നമാണ് അവർക്ക് മുൻപിലുള്ളത്. അതേസമയം കേന്ദ്ര സർക്കാർ ആകട്ടെ എന്ത് വന്നാലും നിയമങ്ങൾ പിൻവലിക്കില്ല എന്ന് പറയുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ നിയമങ്ങൾ പിൻവലിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ അത് കേന്ദ്രത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ അടിയാണ്, രാഷ്ട്രീയ തിരിച്ചടിയാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് സ്വാഭാവികമായും ഇത് പിൻവലിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കർഷകരുടെ സമരം ഇനിയും ദില്ലിയിൽ തലസ്ഥാനത്ത് തുടരും എന്നതാണ്. കാരണം ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തൊക്കെയാണെങ്കിലും കർഷകരോട് സമരം ചെയ്യരുത് എന്നൊന്നും പറയാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയ സാഹചര്യവും മുൻപിലുണ്ട്. അപ്പോൾ സമരം ഇനിയും തുടരുക തന്നെ ചെയ്യും, കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യും. തീർച്ചയായിട്ടും മനു, കർഷകർ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം സുപ്രീം കോടതി നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ കമ്മിറ്റി രൂപീകരിച്ചാൽ അതിനോട് സഹകരിക്കില്ല എന്ന് കർഷകർ പറയുമ്പോൾ അത് അവർ വ്യക്തമാക്കുന്നത് ഇതുവരെ സമരം ഏത് തലത്തിലായിരുന്നു തുടർന്നു വന്നത് ആ തലത്തിൽ തന്നെ സമരം വീണ്ടും മുന്നോട്ട് ശക്തമായി കൊണ്ടുപോകും എന്ന് തന്നെയാണ് കർഷകർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു ഇടക്കാല ഉത്തരവ് അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഇടക്കാല ഉത്തരവ് വന്ന ശേഷം കർഷക സംഘടനകൾ വീണ്ടും ഒരു യോഗം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നിയമ വിദഗ്ധരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത ശേഷം മാത്രമായിരിക്കും ഒരു തുടർ നടപടി എന്നും കർഷകർ അല്പം മുന്നേ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ
ഇത്തരത്തിൽ തുടർ നടപടികൾ ആലോചിക്കുമ്പോൾ പോലും അതൊരിക്കലും സമരം അവസാനിപ്പിക്കുക എന്ന നിലയിലേക്ക് പോകില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സമരം നിയമങ്ങൾ 3 പിൻവലിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ കർഷകർ ഈ നിമിഷവും ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കോടതി ഇപ്പോൾ കൃത്യമായി പറയുന്നത് സമിതി രൂപീകരിക്കണം എന്ന് തന്നെയാണ്. സ്വതന്ത്ര സമിതി രൂപീകരിക്കുന്നതിൽ നിന്ന് കോടതിയെ തടയാൻ ആർക്കും കഴിയില്ല എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അത് സ്വതന്ത്രമായിട്ടുള്ള ഒരു സമിതിയായിരിക്കും സുപ്രീം കോടതി നിയോഗിക്കുക. ഈ സ്വതന്ത്ര സമിതി ഇവരോടൊക്കെ കർഷകരോടൊക്കെ സംസാരിക്കട്ടെ എന്നതാണ് നമുക്ക് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ദുഷ്യന്താവെ ഉൾപ്പെടെ 4 അഭിഭാഷകർ ഇന്ന് കോടതിയിൽ 4 പേർ ആണ് കോടതിയിൽ ഹാജരായിട്ടില്ല. അതോടൊപ്പം ഹരീഷ് സാൽവെ തടസ്സവാദം ഉന്നയിച്ചു എന്നൊരു സൂചന കൂടി നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം ഇതിന് പുറമെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു ഇടക്കാല ഉത്തരവ് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെങ്കിലും ഈ ഇടക്കാല ഉത്തരവിൽ കാർഷിക നിയമങ്ങൾ മരവിപ്പിക്കാൻ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശം ഉണ്ടാകില്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. മനു, ശരി, ഞാൻ വരാം വിഷ്ണുവിലേക്ക് അല്പസമയത്തിനകം തന്നെ കാണും. കാരണം കോടതിയുടെ ഭാഗത്ത് നിന്ന് അല്പസമയത്തിനകം തന്നെ വിഷയത്തിൽ ഇടക്കാല ഉത്തരവ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ടതുണ്ട്. കൊച്ചി കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം സമിതിയിലെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. കൊച്ചി കോർപ്പറേഷൻ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ UDF BJP കൂട്ടുകെട്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളിൽ UDF അംഗങ്ങൾക്ക് വോട്ട് ചെയ്ത് BJP കൗൺസിലർമാർ വെൽഫെയർ പാർട്ടി അംഗത്തെയും BJPയും കോൺഗ്രസും പിന്തുണച്ചു. ഇടതുപക്ഷത്തിനെതിരായാണ് കോൺഗ്രസും ലീഗും വെൽഫെയർ പാർട്ടിയും BJPയും ഒന്നിച്ചത്. വിവരങ്ങളുമായി സിബി ചേർന്നു. സിബി, അതായത് കൊച്ചി കോർപ്പറേഷനിൽ ഇടതുപക്ഷത്തിനെതിരെ ഒരു വിശാലമായ സഖ്യം BJPയും കോൺഗ്രസും ലീഗും വെൽഫെയർ പാർട്ടിയും എല്ലാം ചേർന്നൊരു അവിയൽ രൂപത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഈ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ കണ്ട അവിശുദ്ധമായ കൂട്ടുകെട്ടിന്റെ കാഴ്ചകൾ? മനു, കൊച്ചി കോർപ്പറേഷനിൽ ഇപ്പോൾ LDF ഭരിക്കുന്ന ഈ കോർപ്പറേഷനിൽ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ഈ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പ് 8 സ്ഥിരം സമിതികളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അവിടെയാണ് ഇത്തരത്തിൽ UDF BJP കൂട്ടുകെട്ട്, അതായത് കോൺഗ്രസും ലീഗും വെൽഫെയർ പാർട്ടിയും BJPയും എല്ലാം നിലയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള ഈ അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയാണ്. അതായത് 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഉള്ളത്. 8 സ്ഥിരം സമിതി ആണുള്ളത്. ഇതിലേക്കാണ് ഓരോ സ്ഥിരം സമിതികളിലേക്കും ഓരോ ആളുകൾ വീതം LDFും UDFും നിർത്തുകയും പിന്നെ അവർക്ക് വോട്ട് ചെയ്യുകയുമാണുള്ളത്. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു കക്ഷിനില അനുസരിച്ച് LDFിന് 36 വോട്ടും UDFിന് 32, BJP 5, ഒരു സ്വതന്ത്ര എന്നിങ്ങനെ നിലയിലാണ് പോകേണ്ടത്. പക്ഷേ ഇവിടെ LDFിലെ അംഗങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി UDF അംഗങ്ങൾക്ക് BJP വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഫിനാൻസ് കമ്മിറ്റിയിൽ മേരി കനിഷ്ഠ എന്ന UDFിന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു BJP അംഗം വോട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വികസനകാര്യ സമിതിയിലേക്ക് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ കാജൽ സലീമിന് BJP വോട്ട് ചെയ്യുന്നു, കോൺഗ്രസ് വോട്ട് ചെയ്യുന്നു. അങ്ങനെ അത്തരത്തിൽ BJPയും കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും എല്ലാം നിലയും ഒത്തുചേർന്നുകൊണ്ട് ഇപ്പോൾ ഇടതുപക്ഷത്തെ അംഗങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വന്നപ്പോൾ രാവിലെ മുതൽ ആരംഭിച്ചു, ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ അവസ്ഥ അനുസരിച്ച് എല്ലായിടത്തു നിന്നെയും ഇവർ ഈ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ ഇടതുപക്ഷ അംഗങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയ ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കും തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടില്ല, ഇപ്പോൾ നടന്നു വരികയാണ്. പക്ഷേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന 1 or 2 ഒരു ഫലം അനുസരിച്ച് ഇവരെല്ലാം നിലയും BJP അംഗങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവർ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഇവർ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയാണ് ഇപ്പോൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനു, തീർച്ചയായിട്ടും സിബി, വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം വലിയ മതേതരവാദം പറയുന്ന ആളുകളാണ്, പക്ഷേ കൂടെയുള്ള കൂട്ടുചേർന്നിരിക്കുന്ന ആളുകളെ നോക്കൂ. വെൽഫെയർ പാർട്ടി മതരാഷ്ട്രവാദം പറഞ്ഞു കിടക്കുന്ന ആളുകൾ, BJP വർഗീയത പറഞ്ഞ് വോട്ട് നേടാൻ ശ്രമിക്കുന്നവർ, അവരുടെ കൂട്ടത്തിലേക്കാണ് ഈ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനായിട്ട് ഏത് വിധേനയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ UDF കോൺഗ്രസ്
കൂട്ടുചേരുന്നത് ന്യായീകരിക്കാൻ വലിയ പാടാണ് എന്തൊക്കെ പറഞ്ഞാലും. കാരണം ഇവിടെ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഇതൊക്കെ കൂടി വരുന്നത്. എന്താണ് കോൺഗ്രസിൻ്റെ UDFിൻ്റെ അവിടുത്തെ നേതൃത്വത്തിൽ നിന്ന് വരുന്ന പ്രതികരണം? അവരുടെയൊക്കെ അറിവോടെ തന്നെയാണോ ഈ കാര്യങ്ങൾ? തീർച്ചയായും ഇത് തന്നെയാണ്. കാരണം കോൺഗ്രസിന്റെ DCC നേതൃത്വം ഇടപെട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഓരോ ആളുകളെയും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും ഇവരെ കൃത്യമായ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇവരെല്ലാം നിശ്ചയിക്കുന്നതും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അത് സാധാരണ ഇലക്ഷൻ പോലെ തന്നെയാണ്. 74 അംഗങ്ങളാണ് ഈ കൊച്ചി കോർപ്പറേഷൻ ഉള്ളത്. ഈ 74 അംഗങ്ങളിൽ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് LDF ആയിരുന്നു. LDF 34 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ വരികയും പിന്നെ 2 സ്വതന്ത്രമായ പിന്തുണകളിൽ കൂടിയാണ് LDF ഈ ഭരണം പിടിച്ചെടുക്കിയത്. UDFിന് വെറും 31 സീറ്റ് മാത്രമേ ഉള്ളൂ. BJPക്ക് 5 സീറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ഒരു അവിശ്വസ്ത കൂട്ടുകെട്ടിലൂടെ ഇത് LDF അംഗങ്ങളെ തോൽപ്പിക്കാമെന്നൊരു തീരുമാനത്തിൽ UDF നേതൃത്വത്തിൽ നിന്ന് എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ DCC നേതൃത്വം ഉൾപ്പെടെ ഉള്ള തീരുമാനപ്രകാരമാണ് ഇത്തരത്തിൽ ഇവർ മത്സരിക്കുന്നതും ഈ BJP ഉൾപ്പെടെയുള്ള ആളുകളുമായി ഇവർ സന്ധി ചെയ്തുകൊണ്ട് ഇവരുമായി നേരത്തെ തന്നെ ഇവരുമായി സംസാരിച്ച് ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥിരം സമിതികൾ പിടിച്ചെടുക്കുന്ന ലക്ഷ്യത്തോടെ ഇവർ ഈ വർഗീയ പാർട്ടികളുമായി കോൺഗ്രസ് ഇപ്പോൾ സന്ധി ചെയ്യുന്നത്. കോൺഗ്രസ് പ്രധാനമായും BJPയുമായിട്ടും വെൽഫെയർ പാർട്ടിയുമായിട്ടെല്ലാം തന്നെ സന്ധി ചെയ്യുന്നത്. വെൽഫെയർ പാർട്ടിയുമായി ഇവർ നേരത്തെ തന്നെ സന്ധിയിലാണ്. പക്ഷേ BJPയുമായി ഇവർ അകൽച്ച അല്ലെങ്കിൽ BJPയുമായി യാതൊരു സന്ധിയുമില്ല എന്ന് പ്രഖ്യാപിച്ച് ഇവർ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയുമായി ന്യൂനപക്ഷ വർഗീയതയുമായി ഒരുപോലെ കോൺഗ്രസ് സന്ധി ചെയ്യുന്നു. ഈ സ്ഥിരം സമിതികൾ പിടിച്ചെടുക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് ഇവർ ഇത്തരത്തിൽ സന്ധി ചെയ്യുന്നത്. ഏകദേശം 8 സ്ഥിരം സമിതിയാണ് ഉള്ളത്. ആരോഗ്യകാര്യം, ടൗൺ പ്ലാനിംഗ്, അതോടൊപ്പം തന്നെ പൊതുമരാമത്ത്, ഫിനാൻസ്, വികസന സമിതി, അങ്ങനെ നിരവധി സമിതികളുണ്ട്. ഈ സമിതികളെല്ലാം നിലവിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമിതികൾ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇവർ ഇത്തരത്തിൽ BJPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും എല്ലാം നിലയും ഈ സഹായം തരുന്നത്. പ്രത്യേകിച്ച് വെൽഫെയർ പാർട്ടിക്കും BJP വോട്ട് ചെയ്യുന്നു, കോൺഗ്രസ് വോട്ട് ചെയ്യുന്നു. വെൽഫെയർ പാർട്ടിയുടെ കാജൽ സലീം എന്ന ഒരു സ്ഥാനാർത്ഥിക്ക് തൃക്കാക്കരത്തെ 64 ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ്. ഇവർ വികസനകാര്യ സമിതിയിലേക്കാണ് മത്സരിക്കുന്നത്. ഇവർക്ക് BJP അംഗം വോട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലീഗ് സ്ഥാനാർത്ഥിക്ക് BJP അംഗം വോട്ട് ചെയ്യുന്നു. UDFിന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് BJP അംഗം വോട്ട് ചെയ്യുന്നു. അങ്ങനെ വിവിധ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ വിവിധ ഇടങ്ങളിൽ BJP കോൺഗ്രസിനെയും ലീഗിനെയും അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയും ഒരുപോലെ സഹായിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ശരി. ഏതായാലും കൊച്ചി കോർപ്പറേഷനിലെ ഈ കൂട്ടുകെട്ടിന്റെ കാര്യമാണ് ഇപ്പോൾ CB പൂർണ്ണമായും നമുക്ക് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം പാലക്കാട് നടന്നിരിക്കുന്നു. പാലക്കാട് ഓലവക്കോട് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഭർത്താവ് ബാബുരാജ് മലമ്പുഴ സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുകയാണ്. മലമ്പുഴ സ്വദേശി സരിതയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഒലവക്കോട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ എത്തിയതായിരുന്നു സരിത. ക്ലാസ് മുറിയിൽ എത്തിയാണ് പെട്രോൾ ഒഴിച്ചത്. ഓടി മാറിയതിനാൽ സരിത രക്ഷപ്പെടുകയായിരുന്നു. സിജു കണ്ണൻ പാലക്കാട് നിന്ന് നൽകും വിശദാംശങ്ങൾ. സിജു, ഈ സംഭവം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ ഇത്തരത്തിലൊരു ക്രൂര കൃത്യം നടത്താൻ ശ്രമിച്ചത്? ഇപ്പോൾ എന്താണ് സ്ഥിതി? മനു, രാവിലെ 10:30ഓടെയാണ് സംഭവം നടന്നത്. ഒലവക്കോടെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ വെച്ചാണ് ആക്രമണം നടന്നത്. മലമ്പുഴ സ്വദേശിയായ സരിതയെ ഭർത്താവ് ബാബുരാജ് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. രാവിലെ സരിത ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സ് നടത്തുന്ന സ്ഥാപനത്തിലേക്ക് എത്തുകയായിരുന്നു. ഇവിടേക്ക് പെട്രോളുമായി എത്തിയതിനു ശേഷം ബാബുരാജ് പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുകയായിരുന്നു. സ്ഥാപനത്തിലെ ജീവനക്കാർ ഇടപെട്ടാണ് സരിതയുടെ ജീവൻ രക്ഷപ്പെടുത്തിയത്. ഇതിനുശേഷം ഇയാൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു. നിലവിൽ പ്രതി ബാബുരാജിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വധശ്രമത്തിന് മലമ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 15 വർഷം മുമ്പാണ് സരിതയും ബാബുരാജും വിവാഹിതരായത്. വിവാഹശേഷം നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി സരിതയുടെ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾ സജീവ BJP പ്രവർത്തകരാണെന്നും സരിതയുടെ അമ്മ രാധ പറയുന്നു. ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചടക്കം ഇയാൾ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നുവെന്നും രാധ പറഞ്ഞു. നിലവിൽ ഈ പരിക്കേറ്റ സരിതയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത്. ബാബുരാജിനെ ഇപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വധശ്രമത്തിന് നിലവിൽ കേസെടുത്തു. ഇവർ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ കാരണമാണ് ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, സുജുവാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു ചില വാർത്തകളിലേക്ക് കൂടി വേഗത്തിൽ പോകുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ സാക്ഷികളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിച്ച NIA. സാക്ഷികളായ 10 പേരുടെ വിവരങ്ങൾ പ്രതികൾക്കോ അഭിഭാഷകർക്കോ കൈമാറരുതെന്ന NIAയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. കേസിലെ 4ാം പ്രതിയായിരുന്ന സന്ദീപ് നായരെ മാപ്പുസാക്ഷിയാക്കിയത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് NIAയുടെ നടപടി.
സ്വർണ്ണക്കടത്ത് കേസിൽ സാക്ഷികളായ 10 പേരുടെ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന NIAയുടെ ആവശ്യമാണ് കോടതി അംഗീകരിച്ചത്. സാക്ഷികളുടെ ജീവന് ഭീഷണിയുണ്ടെന്നും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് NIA കോടതിയെ സമീപിച്ചത്. പ്രതികൾക്കോ അഭിഭാഷകർക്കോ സാക്ഷികളുടെ പേര് വിവരങ്ങൾ പോലും കൈമാറരുതെന്നാണ് നിർദ്ദേശം. കോടതിയുടെ പരസ്യരേഖകളിലും ഈ വിവരങ്ങൾ ഉണ്ടാകില്ല. വിചാരണഘട്ടത്തിൽ മാത്രമായിരിക്കും സാക്ഷികൾ ആരൊക്കെയെന്ന് വ്യക്തമാകൂ. കേസിൽ 4ാം പ്രതിയായിരുന്ന സന്ദീപ് നായരെ NIA മാപ്പുസാക്ഷിയാക്കിയത് രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. സന്ദീപ് നായരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ സ്വർണ്ണക്കടത്തിലെ മുഖ്യ സൂത്രധാരൻ ഇയാളാണെന്നായിരുന്നു NIA അറിയിച്ചത്. എന്നാൽ പിന്നീട് BJP പ്രവർത്തകനായ സന്ദീപ് നായർ മാപ്പുസാക്ഷിയായതോടെ വിവാദങ്ങൾക്കും കാരണമായി. പിന്നാലെയാണ് സാക്ഷികളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ NIA തീരുമാനിച്ചത്. 33 പേർ പ്രതികളായ കേസിൽ 20 പേർക്കെതിരെ UAP ചുമത്തിയാണ് NIA നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സംസ്ഥാനത്തെ സിനിമാശാലകൾ നാളെ തുറക്കുകയാണ്. വിജയചിത്രമായ മാസ്റ്ററാണ് റിലീസാകുന്ന ചിത്രം. കർശനമായ കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചാകും തിയേറ്ററുകൾ തുറക്കുക. സിനിമാ മേഖലയിൽ നിലനിന്നിരുന്ന എല്ലാ തർക്കങ്ങളും പരിഹരിച്ചതോടെയാണ് സിനിമാശാലകൾ തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉടൻ പ്രദർശനത്തിന് തയ്യാറായ 11ഓളം ചിത്രങ്ങളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. 80ഓളം സിനിമകളാണ് സ്ക്രീനിംഗ് പൂർത്തിയായിരിക്കുന്നത്. കർശനമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാവും പ്രദർശനം നടത്തുക. ഒന്നിടവിട്ട സീറ്റുകളിലാവും ആളുകളെ ഇരുത്തുക. സീറ്റുകളുടെ 50% ആളുകളെ പ്രവേശിപ്പിക്കില്ല. ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ 17 തിയേറ്ററുകളിൽ കോഴിക്കോട്, കൈരളി, ശ്രീ എന്നിവ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തുറക്കില്ല. ബാക്കി 15 തിയേറ്ററുകളും പ്രദർശനത്തിന് ഒരുങ്ങിയതായി ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ MD മായ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഓരോ ഷോ കഴിയുമ്പോഴും ഇപ്പോൾ നമുക്ക് ഒരു ദിവസം 3 ഷോയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം സെക്കൻഡ് ഷോ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഓരോ ഷോ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്യൂമിഗേറ്റ് ചെയ്യും. അത് അത്യാവശ്യം നല്ല ക്ലീൻ ചെയ്ത് ഫ്യൂമിഗേറ്റ് ചെയ്തിട്ട് മാത്രമേ അടുത്ത ഷോയിൽ ആൾക്കാരെ കയറ്റത്തുള്ളൂ. ഇത്തവണ നമ്മൾ അങ്ങനെയും റെസ്ട്രിക്ഷൻ വെക്കുന്നുണ്ട്. കാര്യം അത് ഈ പോപ്കോൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും അതിനകത്തോട്ട് കയറ്റാതിരിക്കാനായിട്ടുള്ള മുൻകരുതൽ എടുക്കണം എന്ന്, അല്ലെങ്കിൽ അതിനുള്ള ഇത് എല്ലാവരും അറിയിക്കണമെന്ന് നമ്മൾ തിയേറ്റർ മാനേജേഴ്സിനോട് അറിയിച്ചിട്ടുണ്ട്. വിജയ് ചിത്രമായ മാസ്റ്ററാണ് ആദ്യ പ്രദർശനത്തിന് തയ്യാറാവുന്ന ചിത്രം. அதே புலியோட கூண்டுக்குள்ள நீங்க இருந்தீங்கன்னா அதுக்கு நீங்க மட்டும் எப்படி தெரிவிங்க? സാധാരണ റിലീസ് ചിത്രങ്ങൾക്കുണ്ടാവുന്ന അത്ര ആവേശം കോവിഡ് ആയതിനാൽ ഇത്തവണ വേണ്ടതില്ലെന്നാണ് വിജയ് ഫാൻസ് അസോസിയേഷൻ്റെ നിലപാട്. എന്നാൽ തിയേറ്ററുകൾ തുറക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് തങ്ങളും കാണുന്നതെന്ന് വിജയ് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹി അരുൺ വ്യക്തമാക്കി. വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് ഞങ്ങൾക്കായിട്ട് കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള മാക്സിമം ഉള്ള രീതിയിൽ ഞങ്ങൾ പ്രവർത്തനമെല്ലാം സജ്ജമാക്കുകയുള്ളൂ. സിനിമാ പ്രേമികൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് തിയേറ്ററിൽ പോയി 1 കൊല്ലത്തിന് ശേഷം കാണാൻ പറ്റുന്നത്. തെർമൽ സ്കാനിംഗ് കഴിഞ്ഞ ശേഷമാവും കാണികളെ തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. മാസ്ക്, സാനിറ്റൈസർ എന്നിവ നിർബന്ധമാണ്. ഓരോ ഷോ കഴിയുമ്പോഴും തിയേറ്ററുകൾ ഡീസാനിറ്റൈസ് ചെയ്യും. സ്വകാര്യ തിയേറ്ററുകളിലേക്കും സിനിമകൾ പ്രദർശനത്തിനെത്തുന്നതോടെ നീണ്ട 10 മാസത്തിന് ശേഷം സിനിമാ മേഖല മുഴുവനായും സജീവമാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെൽഫെയർ പാർട്ടി സഖ്യത്തിൽ നിലപാടാറാഞ്ഞ മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിച്ച മുല്ലപ്പള്ളിയുടെ പ്രതികരണത്തിലേക്ക്. Please don't stop it. I'm sorry, don't proceed with that. Please stop it. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ട. ഇല്ലാത്ത കാര്യം നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒരു ഉത്തരവാദപ്പെട്ട ചാനലല്ലേ നിങ്ങളുടെ ചാനൽ? ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? പ്ലീസ് ടെൽ മീ. മാനേജ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടാണോ? എന്ത് വേണ്ടായിരിക്കും നിങ്ങൾ? ഒരു വർഷത്തിനുള്ളിൽ 3 സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി കൈരളി ന്യൂസിലെ കേരള എക്സ്പ്രസ്. 2019 സംസ്ഥാന സർക്കാരിന്റെ ടെലിവിഷൻ അവാർഡിനും കേരള ഫോക്ലോർ അക്കാദമി അവാർഡിനും പിന്നാലെ കേരള നിയമസഭയുടെ ആർ ശങ്കരൻ നാരായണൻ തമ്പി അവാർഡുമാണ് കേരള എക്സ്പ്രസിന്റെ അവതരണത്തിന് ബിജു മുത്തത്തിയെ തേടിയെത്തിയിരിക്കുന്നത്. വള്ളുവനാട്ടിലെ തോൽപ്പാവക്കൂത്ത് കലാകാരന്മാരുടെ ജീവിതം പ്രതിപാദിക്കുന്ന നിഴൽ ജീവിതം എന്ന എപ്പിസോഡിനായിരുന്നു 3 അവാർഡുകളും. സെപ്റ്റംബർ 20 പുനലൂർ ചെങ്കോട്ടപ്പാതയിലെ അവസാനത്തെ മീറ്റർ ഗേജ് പാളത്തിൽ നിന്നാണ് കേരള എക്സ്പ്രസ് യാത്ര തുടങ്ങിയത്. തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിൽ നിന്നും പുനലൂരിലേക്കുള്ള വണ്ടി, പുനലൂരിലേക്കുള്ള അവസാനത്തെ തീവണ്ടി. കാലം ഒരു പതിറ്റാണ്ട് കൂകിക്കിതച്ചു പോയെങ്കിലും മലയാളിയുടെ ജീവിതപാളത്തിൽ ഇപ്പോഴും ഒരു കാഴ്ച തീവണ്ടിയുടെ കുതിപ്പും കിതപ്പുമുണ്ട്.
മലയാളിയുടെ ദൃശ്യമാധ്യമ ചരിത്രത്തിലെ തന്നെ വേറൊരു കാഴ്ചയും വേറിട്ടൊരു ജീവിത നിലപാടും അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ തെക്കുവടക്ക് കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കൊട്ടിക്കയറുന്ന ഈ വള്ളുവനാടൻ ഗ്രാമത്തിന് കണ്ടിട്ടും കാണാതെ പോകുന്ന കാഴ്ചകൾ, കണ്ടെങ്കിലും കണ്ടെത്തിയിട്ടില്ലാത്ത ജീവിതങ്ങൾ എന്നതാണ് കേരള എക്സ്പ്രസിന്റെ മുഖവാചകം. കേരളത്തിന്റെ മുഖ്യധാരയിൽ അധികം രേഖപ്പെടുത്താത്ത ദേശങ്ങളുടെ ചരിത്രവും പ്രകൃതിയും ജീവിത തനിമകളും സാംസ്കാരിക വൈവിധ്യങ്ങളും പ്രതിരോധങ്ങളും കലാപാരമ്പര്യങ്ങളുമായാണ് ഈ തീവണ്ടി ഇക്കണ്ട കാലമത്രയും കുതിച്ചോടിയിരുന്നത്. ഒരു പതിറ്റാണ്ടിനിടെ 4 തവണ സംസ്ഥാന സർക്കാരിന്റെ ടെലിവിഷൻ പുരസ്കാരവും 1 ഡസനോളം മറ്റ് പ്രധാന പുരസ്കാരങ്ങളും കേരള എക്സ്പ്രസിന്റെ അവതരണത്തിന് ബിജു മുത്തത്തിയെ തേടിയെത്തുകയുണ്ടായി. കല്ലാറിലെ മരുന്നമ്മയും വടകരയിലെ കളരിപ്പയറ്റ് ഗുരുക്കൾ മീനാക്ഷിയമ്മയും മംഗളൂരിലെ ഓറഞ്ച് കച്ചവടക്കാരൻ ഹരേക്കള ഹജ്ജബയും കൊയിലാണ്ടിയിലെ കഥകളി ഗുരു ചേമഞ്ചേരിയും കേരള എക്സ്പ്രസിലൂടെ അവതരിപ്പിക്കപ്പെട്ട ശേഷമാണ് പത്മശ്രീയിൽ വരെ എത്തിയത്. 2017 ഹിന്ദു തീവ്രവാദികളുടെ ആക്രമണ ഭീഷണിയെ തുടർന്ന് കേരള എക്സ്പ്രസ് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഭാരതപ്പുഴയുടെ കരയിൽ മനുഷ്യർക്കും ദൈവങ്ങൾക്കുമിടയിൽ ജ്വലിച്ചു നിന്ന കൂത്തുമാടങ്ങൾക്ക് പിന്നിൽ ഭാരതപ്പുഴയുടെ കരയിലെ തോൽപ്പാവക്കൂത്തിന്റെ അരങ്ങിൽ നിലവിളക്ക് പോലെ കത്തിനിൽക്കുന്ന കലാകാരന്മാർക്കൊപ്പമുള്ള യാത്രയാണ് കേരള എക്സ്പ്രസിന്റെ നിഴൽ ജീവിതം. കേരള നിയമസഭയുടെ 2019 ആർ ശങ്കരനാരായണൻ തമ്പി മാധ്യമ അവാർഡാണ് ഇപ്പോൾ ഈ എപ്പിസോഡിനെ തേടിയെത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ടെലിവിഷൻ അവാർഡിനും കേരള ഫോക്ലോർ അക്കാദമി അവാർഡിനും പിന്നാലെയാണ് കേരള നിയമസഭയും കേരള എക്സ്പ്രസിനെ അംഗീകരിച്ചിരിക്കുന്നത്. അംഗീകാരങ്ങളുമായി കേരള എക്സ്പ്രസ് യാത്ര തുടരുക തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. പാലക്കാട്ടെ പ്രധാന കാർഷിക കേന്ദ്രമായ ആലത്തൂരിൽ സമാനതകളില്ലാത്ത കാർഷിക വിപ്ലവമാണ് കഴിഞ്ഞ 4 വർഷത്തിനിടെ നടന്നത്. കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ സമഗ്ര കാർഷിക പദ്ധതിയായ നിറ പദ്ധതിയിലൂടെ കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. ആലത്തൂർ മണ്ഡലത്തിലെ കാർഷിക രംഗത്തെ മുന്നേറ്റം ലക്ഷ്യമിട്ട് KD പ്രസേനൻ MLA നിറ പദ്ധതി ആവിഷ്കരിച്ച് 2017 ജൂലൈ മുതലാണ് നടപ്പിലാക്കിയത്. 2000 കർഷകരെ അംഗങ്ങളാക്കി രൂപീകരിച്ച നിറ ഹരിതമിത്ര സൊസൈറ്റിയുടെ കീഴിലാണ് പദ്ധതിയുടെ പ്രവർത്തനം. നെൽകർഷകരേറെയുള്ള മണ്ഡലത്തിൽ കൊയ്ത്തുകാലത്ത് കൊയ്ത്തുയന്ത്രങ്ങൾ ലഭ്യമാകാതെ നേരിട്ടിരുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടുകൊണ്ടായിരുന്നു തുടക്കം. കൊയ്ത്തുയന്ത്രങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും സർക്കാർ ഏജൻസികൾ വഴിയും എത്തിച്ചതോടെ കുറഞ്ഞ ചിലവിലും വേഗത്തിലും കൃഷിക്കാർക്ക് കൊയ്ത്ത് സാധ്യമായി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം നിറ പദ്ധതിയിലൂടെ കാർഷിക മേഖലയിലേക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞത് കർഷകർക്ക് ആശ്വാസമായി. കോവിഡ് കാലത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ മടങ്ങിയതോടെ തദ്ദേശീയരായ സ്ത്രീ തൊഴിലാളികൾക്ക് പ്രത്യേക പരിശീലനം നൽകി നിറസേന രൂപീകരിച്ച് പ്രതിസന്ധി പരിഹരിച്ചു. കേരഗ്രാമം പദ്ധതി, ജലസമൃദ്ധി പദ്ധതി, പരിസ്ഥിതി സൗഹൃദ യന്ത്രവൽക്കരണ പദ്ധതി, പ്രളയാനന്തരം ആലത്തൂർ, നിറ പദ്ധതിയുടെ ഭാഗമായി ആലത്തൂരിൽ സ്ഥാപിച്ച വിള ആരോഗ്യ കേന്ദ്രം, നിറ സ്റ്റോർ, ഇക്കോ ഷോപ്പുകൾ, ഇങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയത്. സ്വന്തമായി ഭൂമിയുള്ള പാടശേഖര സമിതികൾക്ക് MLA ഫണ്ട് ഉപയോഗിച്ച് വിത്ത് ഗോഡൌൺ നിർമ്മിച്ചു നൽകി. അഗ്രോ ഡ്രോൺ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ കുറഞ്ഞ ചിലവിൽ ജൈവ കീടനാശിനികളും സൂക്ഷ്മാണുക്കളും തളിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തി. കനാലുകൾ മുഴുവൻ നവീകരിച്ചു. തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കി. സംസ്ഥാനത്താദ്യമായി കാർഷിക മേഖലയിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം തടയുന്നതിനായി MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സോളാർ വൈദ്യുത വേലി ഉദ്ഘാടനം ചെയ്തത് ദിവസങ്ങൾക്ക് മുമ്പാണ്. ഇങ്ങനെ വൈവിധ്യങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കിയതിലൂടെ കർഷകർക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. നിറ പദ്ധതി വൻ വിജയമായ സാഹചര്യത്തിൽ നബാർഡ് സഹായമായി 30 കോടി രൂപ ആലത്തൂർ മണ്ഡലത്തിന് അനുവദിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലയിലെ മാതൃകാ പദ്ധതി മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, പാലക്കാട്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി തൊഴിൽ പരിശീലനം നേടിയിട്ടും അർഹരായവരെ മുഖ്യധാര തൊഴിൽ മേഖലയിൽ നിന്ന് അവഗണിക്കുന്നതിന് എതിരെ യുവജന കമ്മീഷന്റെ ഇടപെടൽ. വിദ്യാഭ്യാസ വായ്പ സബ്സിഡി നൽകുന്നതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ബാങ്ക് പ്രതിനിധികളെ ഉടൻ കമ്മീഷൻ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി തുടർ നടപടി സ്വീകരിക്കാനും കമ്മീഷൻ തീരുമാനിച്ചു. സംസ്ഥാന എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകർക്ക് ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും നൽകാതിരിക്കുകയും ചെയ്തെന്ന പരാതിയിൽ സംസ്ഥാന യുവജന കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ടു. കമ്മീഷൻ ഉത്തരവ് പ്രകാരം മുഴുവൻ ശമ്പളവും നൽകി പരാതിക്ക് പരിഹാരവും കണ്ടെത്തി. പത്തനംതിട്ടയിൽ നടന്ന അദാലത്തിൽ 20 കേസുകൾ കമ്മീഷൻ പരിഗണിച്ചു. 12 എണ്ണത്തിൽ പരിഹാരവും കണ്ടെത്തി. പുതിയതായി 6 പരാതികൾ കൂടി ലഭിച്ചു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് 4 വർഷം പഠിച്ചിട്ടും അംഗീകാരമില്ലാത്തതുകൊണ്ട് തൊഴിൽ ലഭിക്കുന്നില്ല എന്ന പരാതി കമ്മീഷന്റെ മുൻപാകെ എത്തി. അടിയന്തരമായി സ്കീമും സിലബസും പരിശോധിച്ച് തുല്യതാ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനും പഠിച്ച വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കാത്തതിന് കാരണമെന്താണെന്ന് പരിശോധിക്കാനും കമ്മീഷൻ ഉത്തരവിട്ടു. വിദ്യാഭ്യാസ വായ്പ സബ്സിഡി നൽകുന്നതുമായി ബന്ധപ്പെട്ട പരാതിയിലും ബാങ്ക് പ്രതിനിധികളെ ഉടൻ കമ്മീഷൻ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി തുടർ നടപടി സ്വീകരിക്കുമെന്നും അദാലത്തിൽ കമ്മീഷൻ അറിയിച്ചു.
പോലീസിനെതിരായ പ്രശ്നങ്ങളെക്കുറിച്ച് ലഭിച്ച പരാതിയിൽ കക്ഷിയും എതിർകക്ഷിയും തമ്മിൽ സംസാരിച്ച് രമ്യതയിലെത്തുകയും ചെയ്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട. സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് വകവയ്ക്കാതെ കൊല്ലം ബൈപ്പാസിലും ടോൾ പിരിവ് തുടങ്ങാൻ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ. കുരീപ്പുഴ ടോൾ പ്ലാസയിൽ യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ടോൾ പിരിവ് ആരംഭിക്കാൻ 1-2 ദിവസം നീട്ടിയേക്കും. ഉത്തരേന്ത്യൻ കമ്പനിയാണ് ടോൾ പിരിവിനുള്ള കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ടോൾ പിരിവിന് പിണറായി സർക്കാർ എതിരാണെങ്കിലും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ടോൾ പിരിവ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി കരാർ ഒപ്പിട്ടതിനാൽ ടോളിന്റെ ബാധ്യത വാഹനയാത്രക്കാരുടെ തലയിലായി. പിരിക്കുന്ന തുകയിൽ ചെറിയൊരു ശതമാനം കരാറുകാർ എടുത്ത ശേഷം ബാക്കി ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും. ടോൾ പിരിവിലൂടെ ദേശീയപാത അതോറിറ്റി പ്രതിവർഷം 11.52 കോടി വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. 3 മാസത്തെ കാലാവധിയിൽ ടോൾ പിരിവിനുള്ള കരാർ പുതുക്കാൻ സാധ്യതയുണ്ട്. 2019 ജനുവരിയിലാണ് പ്രധാനമന്ത്രി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ തന്നെ ടോൾ പ്ലാസയും സജ്ജമായിരുന്നു. പക്ഷേ ദേശീയപാത അതോറിറ്റി ടോൾ പിരിവ് സംബന്ധിച്ച് തീരുമാനം അന്നെടുത്തിരുന്നില്ല. കഴിഞ്ഞ നവംബർ അവസാനത്തോടെ ടോൾ പിരിവിനുള്ള ടെൻഡർ ദേശീയപാത അതോറിറ്റി ക്ഷണിച്ചു. 100 കോടി രൂപയ്ക്ക് മുകളിൽ ചെലവാകുന്ന എല്ലാ റോഡ് നിർമ്മാണങ്ങൾക്കും ടോൾ ഏർപ്പെടുത്തുന്നതാണ് കേന്ദ്ര നയം. 352 കോടിയാണ് കൊല്ലം ബൈപ്പാസിന്റെ ആകെ നിർമ്മാണ ചെലവ്. ഇതിന്റെ പകുതി സംസ്ഥാന സർക്കാർ വഹിച്ചു. ബൈപ്പാസിൽ ടോൾ പിരിവ് വേണ്ടെന്ന നിലപാടിലാണ് കേരള സർക്കാർ. ടോൾ പിരിവിനെതിരെ CPIM-ഉം DYFI പ്രവർത്തകർ ടോൾ പ്ലാസയിൽ കൊടികുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രതിഷേധങ്ങളെ ജില്ലാ ഭരണകൂടം നേരിടുമെന്നാണ് കരാറെടുത്ത ഹരിയാനയിലെ രവീന്ദ്ര സിംഗ് കമ്പനി പ്രതിനിധി അക്ഷത്തിന്റെ നിലപാട്. District administration will take care of those protests. The law enforcement agencies here, they are responsible for this thing. So we are not politically involved at all. We are the contract is awarded by government to us, and that is why we are here. ഹരിയാന കമ്പനി ഇതിന്റെ കരാർ എടുത്തിരിക്കുന്നത് ടോൾ പിരിക്കാനാണ്. അതുകൊണ്ട് അവർ ആ ലക്ഷ്യത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ സാധ്യതയില്ല. അതേസമയം വലിയ ജനകീയ സമരങ്ങൾക്കാണ് ഇനി ഈ ടോൾ പ്ലാസ വേദിയാകാൻ പോകുന്നത്. എന്തായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ജനവിരുദ്ധ ഈ കരാറിൽ കേന്ദ്ര സർക്കാരുമായി ഒപ്പുവെച്ചത്. ടോൾ പ്ലാസയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. തൊടുപുഴ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJP UDF പരസ്യ കൂട്ടുകെട്ട്. സ്ഥിരം സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF കൗൺസിലർമാർ BJPക്കും BJP കൗൺസിലർമാർ UDF സ്ഥാനാർത്ഥികൾക്കും പരസ്പരം വോട്ട് ചെയ്തു. ടോൾ പിരിവിന് പിണറായി സർക്കാർ എതിരാണെങ്കിലും കഴിഞ്ഞ 35 അംഗങ്ങളുള്ള തൊടുപുഴ നഗരസഭയിൽ LDF 14, UDF 13, BJP 8 എന്നിങ്ങനെയാണ് കക്ഷിനില. 2 UDF വിമതരുടെ പിന്തുണയോടെ ഇടതുമുന്നണി ഭരണം നേടിയെങ്കിലും സ്ഥിരം സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFും BJPയും പരസ്യസഖ്യത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇതോടെ ആകെയുള്ള 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ 5ഉം UDF BJP സഖ്യം നേടി. നിലവിലുള്ള വോട്ടിംഗ് പ്രകാരം വിദ്യാഭ്യാസം, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് BJPക്ക് ലഭിക്കുക. ക്ഷേമകാര്യം, ആരോഗ്യം, വികസനം എന്നീ സ്ഥിരം സമിതികൾ UDFനും ലഭിക്കും. കൗൺസിലിൽ 8 അംഗങ്ങൾ മാത്രമുള്ള BJPക്ക് 20 വോട്ടുകൾ ലഭിച്ചു. BJP UDF കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗിലെ ഒരംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. PJ ജോസഫിന്റെ തട്ടകമായ തൊടുപുഴ നഗരസഭയിൽ ഇടതുമുന്നണിക്ക് ഭരണം ലഭിച്ചത് UDFന് വലിയ തിരിച്ചടിയുണ്ടാക്കിയിരുന്നു. ഈ തിരിച്ചടി മറികടക്കുന്നതിനായാണ് BJPയുമായി രഹസ്യധാരണയുണ്ടാക്കി നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ UDF വിജയം ഉറപ്പാക്കിയത്. BJP UDF കൂട്ടുകെട്ട് മറന്നീക്ക് പുറത്തു വന്നുവെന്നും അവിശുദ്ധ കൂട്ടുകെട്ടിന് ചുക്കാൻ പിടിച്ചത് കേരള കോൺഗ്രസിലെ പ്രമുഖനായ നേതാവാണെന്നും നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു. UDF BJPയും ഒറ്റക്കെട്ടായി അവരുടെ രഹസ്യ ധാരണ ഇന്ന് മറന്നീക്ക് പുറത്തു വന്നു. BJP കൂട്ടുകെട്ട് UDFനുള്ളിൽ അസ്വാരസ്യങ്ങൾക്ക് വഴിവെച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണ് ലീഗ് അംഗത്തിന്റെ ബഹിഷ്കരണം. മുസ്ലിം ലീഗിലെ 5 അംഗങ്ങൾ BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തത് ലീഗിനുള്ളിലും വലിയ അമർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി. കാഞ്ഞങ്ങാട്ടെ DYFI പ്രവർത്തകൻ അബ്ദുറഹ്മാൻ ഔഫ് വധക്കേസിൽ കുറ്റപത്രം വൈകാതെ കോടതിയിൽ സമർപ്പിക്കും. തെളിവെടുപ്പ് നടപടികൾ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം പൂർത്തിയാക്കി വരികയാണ്. കൊലയാളികൾക്ക് കനത്ത ശിക്ഷ ഉറപ്പുവരുത്തുന്നതിനൊപ്പം പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ആരും നൽകരുതെന്നും ഔഫിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കാഞ്ഞങ്ങാട്ടെ DYFI പ്രവർത്തകൻ അബ്ദുറഹ്മാൻ ഔഫ് വധക്കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിൽ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായ 3 മുസ്ലിം ലീഗ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടപടികൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പൂർത്തിയാക്കി. ഔഫിനെ കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു. മുഖ്യപ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനങ്ങൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകൾ കൂടി ലഭിച്ചാൽ അന്വേഷണ സംഘത്തിന് കോടതിയിൽ കുറ്റപത്രം വൈകാതെ സമർപ്പിക്കാനാകും. കൊലയ്ക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോയെന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഗൂഢാലോചന തെളിഞ്ഞാൽ കൂടുതൽ പേർ കേസിൽ പ്രതികളായേക്കും.
ഡിവൈഎസ്പി കെ ദാമോദരന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കൊല്ലപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫിന്റെ കുടുംബാംഗങ്ങളെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സന്ദർശിച്ചു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൊലയാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും കൊലയാളികളെ ഒരു വിധത്തിലും സംരക്ഷിക്കരുതെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. അബ്ദുറഹ്മാൻ ഔഫിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് AP സുന്നി വിഭാഗം കല്ലൂരാവി പഴയ കടപ്പുറത്ത് സംഘടിപ്പിച്ച പൊതുയോഗത്തിലും AP അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചു. AP സുന്നി വിഭാഗത്തിലെ പ്രമുഖ പണ്ഡിതന്മാരും നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കാസർഗോഡ്. സംസ്ഥാനത്തെ ബിൽഡർമാർക്ക് നൽകുന്ന ഉയർന്ന ക്രിസിൽ റേറ്റിംഗ് ആയ DA2+ നിലനിർത്തി പ്രമുഖ ഭവന നിർമ്മാതാക്കളായ അസറ്റ് ഹോംസ്. 2020 അസറ്റ് ഹോംസ് ലക്ഷ്യമിട്ടിരുന്ന 500 ഭവനങ്ങളുടെ നിർമ്മാണം കോവിഡ് പ്രതിസന്ധിയിലും പൂർത്തീകരിക്കാനും ബഹുഭൂരിഭാഗവും ഉടമകൾക്ക് കൈമാറാനും സാധിച്ചതായി മാനേജിംഗ് ഡയറക്ടർ സുനിൽ കുമാർ പറഞ്ഞു. 2021 സ്റ്റുഡന്റ് ഹൗസിംഗ്, സീനിയർ ലിവിംഗ്, അഫോർഡബിൾ ഹൗസിംഗ് എന്നീ 3 പുതിയ മേഖലകളിലേക്ക് കൂടി അസറ്റ് ഹോംസ് പ്രവേശിക്കുകയാണ്. കൂടാതെ ഈ വർഷം 4 പദ്ധതികൾ കൂടി നിർമ്മാണം പൂർത്തീകരിക്കാനും 12 പദ്ധതികളുടെ നിർമ്മാണം ആരംഭിക്കാനും ലക്ഷ്യമിടുന്നതായി സുനിൽ കുമാർ വ്യക്തമാക്കി. കർഷക സമരങ്ങൾക്കിടയിൽ കണ്ടുമുട്ടിയ ഏറെ വ്യത്യസ്തനായ ഒരാളുണ്ട്. മലയാളം പറയുന്ന, കേരളത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന രാജ്വീന്ദർ സിംഗ്. മാസങ്ങളായി സമരത്തിനൊപ്പമുള്ള രാജ്വീന്ദർ സിംഗ് പറയുന്നത് ഒരുപാട് മലയാളികൾ സമരവേദിയിലേക്ക് എത്തണം എന്നാണ്. മല്ലു സിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും സമരങ്ങൾക്കിടയിലാണ് മലയാളം സംസാരിക്കുന്ന രാജ്വീന്ദർ സിംഗിനെ ഞങ്ങൾ കണ്ടത്. ചെറുപ്പത്തിൽ തന്നെ അച്ഛനൊപ്പം കേരളത്തിലെത്തിയ രാജ്വീന്ദർ സിംഗിന് മലയാളമടക്കം 8 ഭാഷകൾ അറിയാം. കഴിഞ്ഞ 4 മാസമായി സമരത്തിനൊപ്പമുള്ള രാജ്വീന്ദർ സിംഗ് കുണ്ടലി അതിർത്തിയിലാണ് സമരക്കാർക്കൊപ്പമുള്ളത്. ഞങ്ങൾ 4 മാസമായി പഞ്ചാബിൽ വന്നിട്ട് 2.5 മാസം റെയിൽ തണ്ടവാളത്തിലും റിലയൻസ് മാളുകളൊക്കെ ബന്ധാക്കിയിട്ടുണ്ട്. പിന്നെ പഞ്ചാബിലിருந்து ഹരിയാന വന്ന് ഹരിയാനയിൽ പിന്നെ അതൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ കുണ്ഡലി സിംഗു ബോർഡറിലാണ് നമ്മൾ. മലയാളികൾ കൂടുതൽ വരണമെന്നും ഇപ്പോൾ കേരളത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നും രാജ്വീന്ദർ സിംഗ് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ഐ തിങ്ക് കമ്മ്യൂണിസ്റ്റ് വന്നിരുന്നു ഒരാഴ്ചയായി. നിറയെ ആൾക്ക് വരുന്നുണ്ട്. ഇരുന്നാലും അത്ര ഒരു കൂടുതൽ ഇതില്ല. പാലക്കാടും കോഴിക്കോടും മലമ്പുഴ ഡാമുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രാജ്വീന്ദർ സിംഗ് കേരളത്തെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഐ ലവ് ഇറ്റ്. മിസ് ചെയ്യാനാണ് വാളയാർ ഡാം, മലമ്പുഴ ഡാം, കോഴിക്കോട്, മലപ്പുറം ഇതൊക്കെ വന്നിട്ട് ചൈൽഡ്ഹുഡിലിருந்து ടീനേജ് വരെയിൽ അവിടെ തന്നെ സുമൂഹമായിട്ട് റെഗുലറായിട്ട് പോകും. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. കേരളത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന രാജ്വീന്ദർ സിംഗ് പറയുന്നത് കൂടുതൽ ആളുകൾ ഇനിയും സമരത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് വരണമെന്നാണ്. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം വിഷ്ണു തലവൂർ. ടൂറിസ്റ്റുകൾക്കായി കലകളും കരകൗശല വസ്തുക്കളും കാത്തിരിക്കുന്ന ഒരിടം ഒരുങ്ങുകയാണ് തിരുവനന്തപുരത്ത്. കോവളം വെള്ളാറിൽ ടൂറിസം വകുപ്പിന്റെ കീഴിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ മാസം 6-ന് മുഖ്യമന്ത്രി വില്ലേജ് നാടിന് സമർപ്പിക്കും. അപ്പോൾ നമുക്ക് കോവളത്തേക്ക് വിടാം. ഓക്കെ. തിരുവനന്തപുരം കോവളത്തിനടുത്ത വെള്ളാറിൽ ടൂറിസം വകുപ്പിന് കീഴിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിന് തൊട്ടു മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അകത്തൊരുപാട് വിശേഷങ്ങളുണ്ട്, നമുക്ക് നോക്കാം. വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ കലാപരമായിട്ടുള്ള കൗതുക കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ
ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ CEO ആയിട്ടുള്ള ശ്രീപ്രസാദ് സാറുണ്ട്. സാർ, എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ക്രാഫ്റ്റ് വില്ലേജ് കൊണ്ട്? എങ്ങനെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്? ഓക്കെ, നമുക്ക് അതിൻ്റെ തുടക്കം പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. 2011 ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ പലവിധ കാരണങ്ങളാൽ ഇത് ഒരു തരത്തിലും ഉപയോഗിക്കാൻ സാധിക്കാതെ ഈ രീതിയിൽ പാടെ തകർന്ന നിലയിലായിരുന്നു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്, പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇത് ടെൻഡർ നടപടികളിലൂടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഈ പദ്ധതി ലഭിക്കുന്നത്. നിലവിൽ 20 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒന്നാമത്തെ ഫേസിൽ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ തനത് കരകൗശല മേഖലയെ പരിപോഷിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അങ്ങനെയല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന കോവളത്താണ് 8.5 ഏക്കറിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഈ ക്യാമ്പസ് ഉള്ളത്. ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള, ലാൻഡ്സ്കേപ്പ് വൈസ് തന്നെ ഒരുപാട് സാധ്യതകളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ക്യാമ്പസ്. ഇവിടെ നിന്നാൽ തന്നെ കടലൊക്കെ പുറകിൽ കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിൽ തന്നെ നമുക്കുണ്ട്. അതിൻ്റെ കൂടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രഡീഷണലായ ഹെറിറ്റേജസായ ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ മുഴുവൻ നമുക്കിവിടെ എത്തിച്ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരകൗശല ഉൽപ്പന്നമാണ് ആറന്മുള കണ്ണാടി. ആറന്മുള കണ്ണാടിക്ക് നമ്മളിവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. വരുന്ന ഒരു സഞ്ചാരിക്ക്, ഒരു വിസിറ്റർക്ക് അത് കാണാനും അതിൻ്റെ നിർമ്മാണം കാണാനും അതിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരവും നമ്മളിവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാലരാമപുരം കൈത്തറി, ചേന്നമംഗലം കൈത്തറി, അങ്ങനെയുള്ള കേരളത്തിലെ ട്രഡീഷണലായ എല്ലാ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ സമയത്തേക്ക് വരുന്നു. കർഷക നിയമങ്ങൾ നടപ്പാക്കുന്നത് സുപ്രീം കോടതി ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ സ്റ്റേ ചെയ്തിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നിയമങ്ങളല്ല സ്റ്റേ ചെയ്തിരിക്കുന്നത്, നിയമങ്ങൾ നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ ചേരുന്നുണ്ട്. രാജേന്ദ്രൻ, നിയമങ്ങൾ അതേപടി നിലനിൽക്കുന്നു, പക്ഷേ ആ നിയമങ്ങൾ നടപ്പാക്കുന്നത് ഇനിയൊരു തീരുമാനം വരുന്നത് വരെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എങ്ങനെയാണ് കാണേണ്ടത്? തീർച്ചയായിട്ടും സുപ്രീം കോടതി നിയമങ്ങൾ സ്റ്റേ ചെയ്തിട്ടില്ല, നിയമങ്ങൾ നടപ്പിലാക്കുന്നത് മാത്രമാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ പഴയ അവസ്ഥയിലേക്ക് പോകാം. തിരിച്ചൊരു ഉത്തരവ് സുപ്രീം കോടതിക്ക് പുറപ്പെടുവിക്കാം. സുപ്രീം കോടതി നിന്ന് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് കർഷക നിയമങ്ങൾ വളരെ കൂലങ്കഷമായി പരിശോധിക്കുന്നതിനായി ഒരു സമിതിയെ, വിദഗ്ധരുടെ ഒരു സമിതിയെ നിയോഗിക്കും. ഈ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാവാം തുടർ കാര്യങ്ങൾ എല്ലാം എന്നതാണ്. എന്നാൽ കർഷക സംഘടനകൾ പറയുന്നത് ഇത് പൂർണ്ണമായും പിൻവലിച്ചേ തീരൂ, പിൻവലിക്കാതെ ഒരിക്കലും സമരം അവസാനിപ്പിക്കില്ല എന്നതാണ്. ഇപ്പോഴിതാ സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയിലെ അംഗങ്ങളുടെ പേരുകൾ കാർഷിക സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അശോക് ഗുലാത്തി, ഹർസിമ്രത് മാൻ, പ്രമോദ് ജോഷി എന്നിവരെ സമിതിയിലേക്ക് എന്നിവർ സമിതിയിലേക്ക് ചീഫ് ജസ്റ്റിസ് അദ്ദേഹം നിർദ്ദേശിച്ചു. ഒരു സെക്കൻഡ് രാജേന്ദ്രൻ, ഞാനിപ്പോൾ വിഷ്ണു കൂടി ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നമുക്ക് കോടതിയിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. വിഷ്ണു, അതായത് ഈ നിയമങ്ങൾ നടപ്പാക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഈ നിയമങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ അത് നടപ്പാക്കുന്നത് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നു. ഈ ഉത്തരവിട്ടുകൊണ്ട് കോടതി നിരീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ കർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ട്? മനു, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും നിയമങ്ങൾ നടപ്പിലാക്കുന്നത് മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു, നിയമങ്ങൾ നടപ്പിലാക്കുന്നത് മരവിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു 4 അംഗ സമിതി, വിദഗ്ധ സമിതിയെ രൂപീകരിക്കുന്നു. ഈ വിദഗ്ധ സമിതി കാർഷിക നിയമങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതോടൊപ്പം തന്നെ കർഷകരുമായി ചർച്ച നടത്തുകയും ചെയ്യും. അതിനുശേഷം ഒരു സമവായത്തിലേക്ക് എത്തും. ഇവരുടെ റിപ്പോർട്ട് കോടതിക്ക് വീണ്ടും നൽകും. കോടതിക്ക് ഇത്തരത്തിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയ ശേഷമായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു അന്തിമ ഉത്തരവ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കാലയളവ് വരെ കാർഷിക നിയമങ്ങൾ നടപ്പിലാക്കുന്നത് മരവിപ്പിക്കുന്നു എന്നതാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 4 അംഗ സമിതിയിലേക്ക് ചീഫ് ജസ്റ്റിസ് തന്നെ ചില പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. കാർഷിക സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അശോക് ഗുലാത്തി, ഹർസിമ്രത് മാൻ, പ്രമോദ് ജോഷി തുടങ്ങിയവരെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ പരാമർശിച്ചിരിക്കുന്നത്. ഇവരെയൊക്കെ സമിതിയിൽ ഉൾപ്പെടുത്താമെന്നാണ് ചീഫ് ജസ്റ്റിസ് പരാമർശിക്കുന്നത്.
നിയമിക്കുന്നത്. അതോടൊപ്പം തന്നെ 4 അംഗ വിദഗ്ധ സമിതിയായിരിക്കും ഇത്തരത്തിൽ രൂപീകരിക്കുക എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് CJI അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ CJIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന കർഷക പ്രതിഷേധം അല്ലെങ്കിൽ സമരം അവസാനിപ്പിക്കുന്നതിന് കോടതിയുടെ മുന്നിലുള്ള ഏറ്റവും കോടതിയുടെ മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ഇത്തരത്തിൽ സമിതി രൂപീകരിക്കുക മാത്രമാണ്. അതോടൊപ്പം തന്നെ ഈ സമിതിക്ക് മുന്നിൽ കർഷകർ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യമുള്ള കർഷകർക്ക് സമിതിക്ക് മുന്നിൽ വരാം, അവരുടെ പ്രശ്നങ്ങൾ പറയാമെന്നും കോടതി വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ കോടതി പറയുന്നത് കർഷകർക്ക് സമരം അനിശ്ചിത കാലത്തേക്ക് നീട്ടിക്കൊണ്ടു പോകാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് അത്തരത്തിൽ സമരം ചെയ്യാമെന്ന് കോടതി വാക്കാൽ ഒരു പരാമർശം ഉണ്ടായിട്ടുമുണ്ട്. ഇതിനു പുറമെ ഇന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർഷകരുടെ ഭൂമി സംരക്ഷിക്കുന്നതിൽ കോടതി ഉറപ്പ് നൽകുമെന്നാണ്. അതായത് ഏറ്റവും വലിയൊരു ആശങ്ക നിലനിൽക്കുന്നത് പുതിയ കാർഷിക നിയമങ്ങൾ നടപ്പിലാകുമ്പോൾ കോൺട്രാക്ട് ഫാമിങ്ങിന്റെ ബേസിൽ കർഷകന് അവൻ്റെ ഭൂമി നഷ്ടപ്പെടുമെന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആശങ്കകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കോൺട്രാക്ട് ഫാമിങ്ങിലൂടെ കർഷകൻ്റെ ഭൂമി ആർക്കും ഏറ്റെടുക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു ഉറപ്പ് കോടതിയുടെ ഭാഗത്തു നിന്നും നൽകാം, അത് താൻ തന്നെ ഉറപ്പ് നൽകാമെന്ന് ചീഫ് ജസ്റ്റിസ് പറയുകയുണ്ടായി. ഇതിനു പുറമെ ചില വാദമുഖങ്ങൾ ഇന്ന് പ്രധാനമായിട്ട് കോടതിയിൽ ഉയർന്നു വന്നത് ഇപ്പോൾ AG ഇപ്പോൾ കേരളത്തെ പോലും ഇന്ന് സുപ്രീം കോടതിയിൽ പരാമർശിക്കുകയുണ്ടായി. AGയുടെ ഭാഗത്തു നിന്നും ഒരു പരാമർശം ഉയർന്നു വന്നത് കേരളവും കർണാടകവും ഇത്തരത്തിൽ കാർഷിക നിയമങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന്, കേരളത്തിലുള്ള നിരവധി ആളുകൾ കാർഷിക നിയമങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ് എന്നൊരു പരാമർശം AGയുടെ ഭാഗത്തുനിന്നും ഇന്ന് സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നിൽക്കുന്നൊരു വസ്തുത എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇത്തരത്തിൽ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കിയ ഒരു സംസ്ഥാനം വിചിത്രമായ കാര്യമാണ് വിഷ്ണു. കാരണം ഈ പറയുന്ന ഏതെങ്കിലും 1-2 ആളുകൾ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ നിയമത്തെ അനുകൂലിച്ച് സംസാരിച്ചാൽ അതെങ്ങനെ ആ സംസ്ഥാനത്തിന്റെ പൊതുവായ അഭിപ്രായമാകും? കേരള സംസ്ഥാനത്തിന്റെ അഭിപ്രായമായി നിയമസഭ ഈ നിയമങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കി വെച്ചതാണ്. അത് കൃത്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുമ്പോഴും ആ നിയമങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് പിൻവലിച്ചിട്ടില്ല. അത് പിൻവലിക്കാതെ പിന്നോട്ടില്ല എന്ന് കർഷകർ ഉറപ്പു പറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സമരം ഇനിയും തുടരും. ഏതൊക്കെ സമിതികൾ രൂപീകരിച്ചാലും അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ കർഷകർ അവരുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും മനു, കർഷകർ നിലപാട് വ്യക്തമാക്കുന്നത് ഇത്തരം സമിതി രൂപീകരിച്ചാൽ പോലും സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിയമങ്ങൾ പിൻവലിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ന് ഇപ്പോൾ കോടതിയിൽ പോലും AGയും അതോടൊപ്പം തന്നെ സോളിസിറ്റർ ജനറലും പറഞ്ഞിരിക്കുന്നത് കർഷകരെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് സമരത്തിന് കൊണ്ടുവരുന്നത്. കർഷകരുടെ ഭൂമി തട്ടിയെടുക്കുമെന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഇതിനു പുറമെ ചില ശക്തികൾ ഈ സമരത്തിന് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഖാലിസ്ഥാൻ വിഘടനവാദികൾ സമരത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇവരൊക്കെയാണ് ഇപ്പോൾ ഈ സമരത്തെ കൂടുതൽ പ്രശ്നഭരിതമാക്കുന്നത് എന്ന ചില വാദമുഖങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരം വാദങ്ങളോട് സുപ്രീം കോടതി പ്രതികരിച്ചിരിക്കുന്നത് വെറുതെ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് കാര്യമില്ല. ഇത്തരത്തിലുള്ള അതായത് ഖാലിസ്ഥാൻ വിഘടനവാദികൾ പോലെയുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകൾ സമരത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറി എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ കോടതിയിൽ നൽകണം. തെളിവുകളില്ലാതെ ആരോപണം ഉന്നയിക്കരുത്. നാളെ ഒരു ദിവസത്തിനകം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സത്യവാങ്മൂലവും തെളിവുകളും നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിയണമെന്ന ഒരു നിർദ്ദേശം നൽകുകയും നാളെയോടുകൂടി ഇതിനു വേണ്ടുന്ന IB റിപ്പോർട്ടുകളും സത്യവാങ്മൂലവും നൽകാമെന്ന് ഇപ്പോൾ കോടതിയെ അഡീഷണൽ ജനറൽ അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് മറ്റ് പ്രധാനപ്പെട്ട വാദമുഖങ്ങളായി ഉയർന്നു വന്നത് അല്ലെങ്കിൽ CJI ഇന്ന് ചൂണ്ടിക്കാട്ടിയ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇത്തരത്തിൽ സമിതി രൂപീകരിക്കുക മാത്രമാണ് കോടതിക്ക് മുന്നിലുള്ള ഏക പോംവഴി. ഏറ്റവും മികച്ചത് എന്ന് ഞങ്ങൾ കരുതുന്നത് ഒരു സമിതി രൂപീകരിക്കുകയാണ്. ഈ സമിതി രൂപീകരിക്കുന്നതിന് പല അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുകയില്ല. അതുകൊണ്ട് സമിതി രൂപീകരിച്ചുകൊണ്ട് സമിതി കർഷകരുമായി സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കട്ടെ എന്നതാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് കർഷകരുടെ ഭാഗത്തു നിന്നും കോടതിയിലൊരു ആവശ്യം ഉയർന്നു വന്നത്
നിലവിൽ കർഷകരുമായിട്ടൊക്കെ സംവദിക്കുന്നത് അല്ലെങ്കിൽ ചർച്ച നടത്തുന്നത് കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമറാണ്. പക്ഷേ കൃഷിമന്ത്രിക്ക് ഇത്തരത്തിൽ നിയമങ്ങൾ പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഒരു തീരുമാനമെടുക്കാൻ കഴിയുക. അതുകൊണ്ട് പ്രധാനമന്ത്രി കർഷകരോട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറാകണമെന്നൊരു ആവശ്യം പോലും ഇന്ന് കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും സുപ്രീം കോടതി അത് അംഗീകരിക്കാൻ കോടതിയുടെ ഇടക്കാല വിധി വന്നതിന് ശേഷം കർഷകരുടെ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കർഷക സംഘടനാ നേതാക്കളുടെ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അവർ ഏത് രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്? നേരത്തെ തന്നെ അവർ നിലപാട് വ്യക്തമാക്കിയതാണ്, സമിതികൾ രൂപീകരിച്ചാലും മറ്റെന്തൊക്കെ നടപടികളായിട്ട് പോയാലും ആത്യന്തികമായി ഈ നിയമങ്ങൾ പിൻവലിക്കാതെ ഒരു ചുവട് പോലും പുറകോട്ടില്ല എന്ന്. ഈ വിധി വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് സമരപന്തലിൽ നിന്നോ മറ്റോ വന്നിട്ടുണ്ടോ? മനു, കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് കോടതിയുടെ ഭാഗത്തുനിന്നും ഇടക്കാല ഉത്തരവ് വന്നതിന് ശേഷം കർഷകർ തമ്മിലൊരു യോഗം ചേരുമെന്നാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ആ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു യോഗം ചേരും. അവർ അഭിഭാഷകരുമായി ചർച്ച ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും കർഷകർ അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലപാട് വ്യക്തമാക്കുമെന്ന് പറയുമ്പോൾ പോലും കർഷകർ അറിയിച്ചിരിക്കുന്നത് സുപ്രീം കോടതി നിയോഗിച്ചിരിക്കുന്ന സമിതിയുമായി ഒരു തരത്തിലും സഹകരിക്കുകയില്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കർഷകർക്ക് അവരുടെ ആവശ്യമെന്ന് പറയുന്നത് നിയമങ്ങൾക്ക് ഒരു സ്റ്റേ എന്നതല്ല, ഒരു നിയമങ്ങൾ മരവിപ്പിക്കുക, അത് താൽക്കാലികമായിട്ടുള്ള ഒരു മരവിപ്പിക്കൽ മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇതല്ല കർഷകർക്ക് വേണ്ടത്. 3 നിയമങ്ങളും പൂർണ്ണമായി പിൻവലിക്കുക എന്നതാണ് ഞങ്ങളുടെ ആവശ്യം എന്നത് കർഷകർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുപ്രീം കോടതി നിയോഗിച്ചിരിക്കുന്ന സമിതിയുമായി സഹകരിക്കില്ല എന്നത് തന്നെയാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. അതോടൊപ്പം തന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച കേന്ദ്ര സർക്കാർ കർഷക സംഘടനകളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിലും ഇന്നിപ്പോൾ കർഷക സംഘടനകളുടെ ഭാഗത്തുനിന്നും ഒരു വ്യക്തത ഉണ്ടാകും. കാരണം നേരത്തെ തന്നെ അവർ ഒരു തീരുമാനം. ഇപ്പോൾ ശ്രീ കെ കെ രാഗേഷ് എംപി നമ്മൾ ടെലിഫോണിൽ ചേരുന്നു. ശ്രീ കെ കെ രാഗേഷ് കേൾക്കാമോ? ശ്രീ രാഗേഷ് കേൾക്കാമോ? കേൾക്കാം. അതായത് ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ആ വിവാദമായ കാർഷിക നിയമങ്ങൾ ഇപ്പോഴും നമ്മുടെ അന്തരീക്ഷത്തിൽ നിൽക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് കോടതിയുടെ ഒരു ഇടക്കാല തീരുമാനത്തെ കർഷകരും താങ്കളും നോക്കിക്കാണുന്നത്? അതില് ഒന്നാമത്തെ കാര്യം, ഞങ്ങള് കോടതിയിൽ പോയിട്ടില്ല. ഞങ്ങൾ കർഷക സംഘടനകൾ ആരും കോടതിയിൽ പോയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കോടതി ഇപ്പോൾ എടുത്തിട്ടുള്ള സമീപനങ്ങൾ, കോടതി എടുത്തുള്ള നിലപാടുകൾ, അതിനോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, സുപ്രീം കോടതി ഇന്നലെ അതിശക്തമായി കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെ വിമർശിക്കുകയുണ്ടായി. ഇന്നിപ്പോ ഒരു കമ്മിറ്റി വെക്കുകയും അതോടൊപ്പം തന്നെ ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് താൽക്കാലികമായി തടയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അവിടെയും പരിഹാരം ആവുന്നില്ല. അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഈ കരിനിയമങ്ങൾ പിൻവലിക്കുക എന്നുള്ളതാണ്. താൽക്കാലികമായി തടഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ നിയമങ്ങൾ ഇല്ലാതാകുന്നില്ല. നിയമങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതില് കേന്ദ്ര ഗവൺമെന്റാണ് ഇനി അടിയന്തരമായി ഇടപെടേണ്ടത്. ഇന്നലെ സുപ്രീം കോടതി 1.5 മാസക്കാലമായിട്ടും ഈ കൊടും തണുപ്പത്ത് സമരം നടത്തിയിട്ടും കോവിഡ് മഹാമാരിയുടെ കാലത്തിൽ ഉൾപ്പെടെ ഈ സമരം നടത്തിയിട്ടും എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത്, സമരം അവസാനിപ്പിക്കാൻ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. ഇന്നാണെങ്കിൽ ഇതിന്റെ നടത്തിപ്പ് സ്റ്റേ ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? സുപ്രീം കോടതിക്ക് തന്നെ ഈ നിയമം പാസാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഭരണഘടന വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ, പാർലമെന്ററി മര്യാദകൾ അട്ടിമറിച്ച വിഷയങ്ങൾ, എംപിമാരുടെ അവകാശങ്ങൾ നിഹനിച്ച പ്രശ്നങ്ങൾ, അതെല്ലാം പ്രഥമ ദൃഷ്ടിയ കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ താൽക്കാലികമായി സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് സമരം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം. ആ നടപടി ശ്രീ രാഗേഷ്, ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിന് കേൾക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ അതൊക്കെ കണ്ടതാണ്. പക്ഷേ കോടതിയുടെ ഭാഗത്തു നിന്ന് അത്തരം പരാമർശങ്ങൾ വന്നതിന് ശേഷവും ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ഇപ്പോൾ താൽക്കാലികമായി നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് സ്റ്റേ കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴും കേന്ദ്രം അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനിയുള്ള സാധ്യതകൾ എന്താണ്? അല്ല, ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ടേക്ക് പോകും. അതിൽ യാതൊരു സംശയമില്ല. കരിനിയമങ്ങൾ പിൻവലിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകും. എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്
നമ്മുടെ രാജ്യം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് കർഷകർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന നിയമമാണ്. പക്ഷേ കർഷകർക്ക് സ്വാതന്ത്ര്യം നൽകുകയല്ല ചെയ്യുന്നത്. കർഷകരെ കോർപ്പറേറ്റുകളുടെ കൂലി അടിമകളായി മാറ്റുകയാണ് ചെയ്യുന്നത്. അത്തരമൊരു നിയമം പിൻവലിക്കാതിരിക്കാൻ കാരണം എന്താ? പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്ര മന്ത്രിസഭ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ളവര് രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ അടിമകളാണ്. അവര് നിർദ്ദേശിക്കുന്നതനുസരിച്ചാണ് ഭരിക്കുന്നത്. ഒരു ഭാഗത്ത് കർഷകരിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ നിസ്സാര വിലക്ക് കൈയടക്കി അത് അവരുടെ ഗോഡൌണുകളിൽ വൻതോതിൽ സംഭരിച്ചു വെച്ച് ഈ കോർപ്പറേറ്റുകളുടെ തന്നെ വലിയ ഷോപ്പിംഗ് മാളുകൾ, റീറ്റെയിൽ ഔട്ട്ലെറ്റ് വഴി ഉയർന്ന വിലക്ക് വിൽക്കാൻ, അതുവഴി ഏറ്റവും ഭീകരമായ കൊള്ള നടത്താൻ കോർപ്പറേറ്റുകൾക്ക് അനുമതി നൽകുന്ന നിയമമാണ് ഈ നിയമം. ആ നിയമം പിൻവലിക്കുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന് ഒരു കാരണവശാലും ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം കോർപ്പറേറ്റുകൾക്ക് നൽകിയ വാക്കാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നവര്. അതുകൊണ്ട് പിൻവലിക്കാൻ അത്ര എളുപ്പം അവർ തയ്യാറാവില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ കരിനിയമങ്ങൾ പിൻവലിക്കുന്നത് വരെ സമരം തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് താൽക്കാലികമായ ഒരു സ്റ്റേ കൊണ്ട് ഈ സമരം അവസാനിക്കുമെന്ന് ആരും കരുതണ്ട. ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് സമരം അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞു സമരം ചെയ്യുക എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. അതിന്റെ മേലെ ഇടപെടാൻ കോടതി തയ്യാറല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം. ആ ഇടപെടൽ കരിനിയമങ്ങൾ പിൻവലിച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ നിയമം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു വിട്ടുവീഴ്ചക്കും കർഷക സംഘടനകൾ തയ്യാറല്ല എന്ന് ഇപ്പോഴും ഞാനിപ്പോൾ ഷാജഹാൻപൂരിലെ സമര കേന്ദ്രത്തിലാണുള്ളത്. ഈ സമര കേന്ദ്രത്തിൽ വെച്ചും ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും വിവാദ നിയമങ്ങൾ പിൻവലിക്കാതെ പിന്നോട്ടിൽ നിന്ന് കർഷകർ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു. വിഷ്ണു ചേരുന്നു ദില്ലിയിൽ നിന്നും. ഒരിക്കൽ കൂടി വിഷ്ണു, അതായത് ഈ നിയമങ്ങൾ അത് പിൻവലിക്കാതെ ഒരു ഇഞ്ച് പോലും പുറകോട്ടില്ല എന്നാണ് കർഷകർ പറഞ്ഞു വെക്കുന്നത്. ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ എത്ര ശക്തമായ നിലപാടെടുത്താലും നിയമങ്ങൾ പിൻവലിക്കാതെ ഒരു മാറ്റവുമില്ല എന്ന് അവർ പറയുന്നു. അപ്പോൾ ശക്തമായ സമര പരിപാടികളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കർഷക സംഘടനകളുടെ യോഗം അല്പസമയത്തിനകം ദില്ലിയിൽ ചേരുമെന്ന് മനസ്സിലാക്കുന്നു. വിഷ്ണു, തീർച്ചയായിട്ടും മനു, കർഷക സംഘടനകൾ അല്പസമയത്തിനകം തന്നെ യോഗം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവർ മുതിർന്ന അഭിഭാഷകരുമായിട്ടൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തുമെന്നും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് ഇത്തരത്തിൽ യോഗം ചേർന്നുകൊണ്ടായിരിക്കും തുടർ സമരപരിപാടികളും ഇനി സ്വീകരിക്കേണ്ട നിലപാടുകളും സംബന്ധിച്ച് ഒരു തീരുമാനം കൈക്കൊള്ളുക. അത് അന്തിമ തീരുമാനമായി കൈക്കൊള്ളുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കർഷകർ നിയമങ്ങൾ പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഒരു ട്രാക്ടർ റാലി കർഷകർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ ട്രാക്ടർ റാലി നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ദില്ലി പോലീസിന്റെ ഭാഗത്ത് നടക്കം സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ഈ ഹർജിയിന്മേൽ ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ അടക്കം ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിൽ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ റാലി നടത്തിക്കൊണ്ട് റിപ്പബ്ലിക് ദിനത്തെ പോലും ഇല്ലാതാക്കാനുള്ള ശ്രമം കർഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. തടയാൻ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശം നൽകണമെന്നൊരു കാര്യം കേന്ദ്ര സർക്കാർ അടക്കം സുപ്രീം കോടതിയിൽ പറഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി പറയുന്നത് ട്രാക്ടർ റാലിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. കാരണം ട്രാക്ടറുകൾ എന്ന് പറയുന്നത് കർഷകർക്ക് അവരുടെ പ്രതീകം കൂടിയാണ് ട്രാക്ടർ. അതുകൊണ്ട് തന്നെ ഈ ട്രാക്ടറുമായി ഈ റിപ്പബ്ലിക് ദിനത്തിൽ അവർ ദില്ലിയിൽ മാർച്ച് നടത്തും എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അല്പസമയത്തിനകം ചേരുന്ന കർഷകരുടെ ആ യോഗത്തിലായിരിക്കും ഏതൊക്കെ രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാവുക. ഇതിനു പുറമെ ഈ 15-ാം തീയതി കേന്ദ്ര സർക്കാർ വിളിച്ചിരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ കൂടി തീരുമാനമുണ്ടാകും. ഈ രണ്ട് കാര്യങ്ങൾ കൂടാതെ തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്ന ഇടക്കാല ഉത്തരവിലെ കാര്യങ്ങൾ കൂടി പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ സുപ്രീം കോടതി 4-അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ്. അത് കാർഷിക നിയമങ്ങളെക്കുറിച്ച് പഠിക്കാനും കർഷകരുമായി ചർച്ച ചെയ്യാനുമായിട്ടാണ് സുപ്രീം കോടതി വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. ഞാൻ വിഷ്ണുവിലേക്ക് വളരെ വേഗം തിരികെ എത്താം. ഏതായാലും കർഷക നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് തൽക്കാലത്തേക്ക് സുപ്രീം കോടതി ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ സ്റ്റേ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കർഷകർ പറയുന്നത്. ആത്യന്തികമായി ഈ കരിനിയമങ്ങൾ പിൻവലിക്കാതെ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകില്ല എന്ന് കർഷകരും നിലപാടെടുക്കുന്നു. അല്പസമയത്തിനകം കർഷക സംഘടനകളുടെ യോഗം ദില്ലിയിൽ ചേരുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു.